നമസ്തേ. പ്രതിഷേധങ്ങളുടെ ഇടയിൽ ദേശവിരുദ്ധതയും ഹിന്ദുവിരുദ്ധതയും പ്രമേയമാക്കിയ എമ്പുരാന് കത്രികപ്പൂട്ട്. ഗോദ്ര കലാപത്തിൻ്റെ അടക്കം വിവാദ ദൃശ്യങ്ങൾ വെട്ടിമാറ്റും. വില്ലൻ കഥാപാത്രത്തെ പുനർനാമകരണം ചെയ്യും. വിവാദ സംഭാഷണ ശകലങ്ങൾ നിശബ്ദമാക്കും. പിടിവീഴുമെന്നുറപ്പായപ്പോൾ ചിത്രത്തിലെന്ന പോലെ നെഞ്ച് വിരിച്ച് നടന്നവർ സർവാപരാധങ്ങളും പൊറുക്കണമേ എന്നപേക്ഷിച്ചപ്പോൾ ഒരു കത്രികത്തുമ്പിൽ പരിശോധനാ വിധേയമാക്കി തൽക്കാലം മുഖം രക്ഷിക്കാനൊരു വഴി തുറന്നു കിട്ടിയിരിക്കുന്നു. കീഴ്ക്കോടതിയിൽ ശിക്ഷ വിധിച്ചാൽ അത് തിരുത്താൻ ആ കോടതിക്ക് അധികാരമില്ല. അപ്പീലുമായി മേൽക്കോടതിയിലേക്ക് പോകണം. സാങ്കേതികത്വങ്ങളിലേക്ക് പോകാതെ മാനുഷിക പരിഗണനയിൽ ഒരു താൽക്കാലിക പരിഹാരം. വലിയ ഹൈപ്പ് കൊടുത്ത് കൊട്ടിഘോഷിച്ച് വസ്തുതകളെ വളച്ചൊടിച്ച് വികൃതമാക്കി ഒരു സമൂഹത്തെയും ദേശത്തെയും ദേശീയത നെഞ്ചിലേറ്റിയ ഭരണാധികാരികളെയും അന്വേഷണ ഏജൻസികളെയും അപമാനിച്ചും അധിക്ഷേപിച്ചുമെടുത്ത ചിത്രത്തിൻ്റെ ശില്പികൾക്ക് എന്താണ് ഇല്ലാതെ പോയതെന്ന് തിരിച്ചറിയാനുള്ള ഒരു അവസരം. ആ വീണ്ടുവിചാരം അവർക്കുണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ചർച്ച ചെയ്യുന്നു. എമ്പുരാനിൽ കൈ പൊള്ളിയില്ലേ, കടുംവെട്ട് അനിവാര്യമായിരുന്നില്ലേ? തിരക്കഥാകൃത്തും ചലച്ചിത്ര പ്രവർത്തകനുമായ വിനു കിരിയത്ത്, BJP വക്താവ് അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു, ഇടത് സഹയാത്രികൻ അഡ്വക്കേറ്റ് BN ഹസ്കർ, സാമൂഹ്യ നിരീക്ഷകനും എക്സ് മുസ്ലിം ആക്ടിവിസ്റ്റുമായ ഡോക്ടർ ആരിഫ് ഹുസൈൻ എന്നിവ അതിഥികളാവുന്നു. എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം പ്രേക്ഷകരെയും. ഞാൻ ഈ സംവാദം ബിനു കിരിയത്തിൽ നിന്ന് തുടങ്ങിയാണ്. ശ്രീ ബിനു കിരിയത്ത്, തിരുവനന്തപുരത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ ഇന്ന് രാവിലെ എമ്പുരാനെ വിശദമായ സ്കാനിങ്ങിന് വിധേയമാക്കി. പരിശോധനയിൽ കുഴപ്പങ്ങളെല്ലാം കണ്ടെത്തി. ചിത്രത്തിന് A സർട്ടിഫിക്കറ്റ് നൽകാതെ UA സർട്ടിഫിക്കറ്റ് നൽകി പാസാക്കി വിട്ടവരായിരുന്നില്ല ഇന്ന് സ്കാനിങ് നടത്തിയത്. പുതിയ പാനൽ 17 ദൃശ്യങ്ങൾ വെട്ടിമാറ്റും. കയ്യടി കിട്ടാൻ എഴുതിവിട്ട വിവാദ സംഭാഷണങ്ങൾ മ്യൂട്ടാക്കും. വില്ലൻ്റെ പേര് പോലും മാറ്റും. പുതിയ പതിപ്പിറങ്ങും തിങ്കളാഴ്ച തന്നെ എന്നാണ് കരുതുന്നത്. എന്തൊരു നിലവിളിയായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി. ഇപ്പോഴിതാ പവനാഴി ശവമായി. എമ്പുരാൻ്റെ ശില്പികൾ തെമ്മാടിത്തരമല്ലേ കാട്ടിയത്? ശ്രീ വിനു കിരിയത്ത്. ചെയ്യുന്നത് ആദ്യമായിട്ടല്ല കേട്ടോ. ഇതിനു മുമ്പേയും പല സിനിമകളും അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഇത്രയും ഈ പറയുന്ന ഹൈപ്പ് ഉണ്ടാക്കിയ ഒരു ചിത്രം വലിയ പ്രക്ഷോഭം എന്ന് തന്നെ പറയാം. ആ ലെവലിലേക്ക് പോകുന്നതിന് മുമ്പേ തീർച്ചയായിട്ടും നിർമ്മാതാക്കൾക്കും ആ സിനിമയുടെ സാങ്കേതിക പ്രവർത്തകരും അത്രയും സീൻസ് കട്ട് ചെയ്ത് തിരിച്ച് തിങ്കളാഴ്ച മുതൽ റിലീസ് ചെയ്യുന്നു, കുറേ ശബ്ദങ്ങളെല്ലാം മ്യൂട്ട് ചെയ്യുന്നുണ്ട് എന്നെല്ലാമാണ് ഞാൻ അറിഞ്ഞത്. തീർച്ചയായിട്ടും ആ ചിത്രം ഓടണമെന്ന് ആഗ്രഹിക്കുന്ന കൂട്ടത്തിലാണ് ഞാനൊക്കെ. കാരണം മലയാളത്തിലെ ഏറ്റവും ബിഗ് ബഡ്ജറ്റ് ചിത്രം എന്ന് പറയാവുന്ന ഒരു സിനിമ പെട്ടെന്ന് ആ ചിത്രത്തിലേക്ക് വന്ന ശ്രീ ഗോകുലം ഗോപാലൻ എന്നൊരു ഫിനാൻസറും കൂടെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല. മോഹൻലാൽ എന്ന് പറഞ്ഞ് 40-45 വർഷമായിട്ട് ഈ ഫീൽഡിൽ നിൽക്കുന്ന ഒരു വ്യക്തി, ആൻ്റണി പെരുമ്പാവൂർ എന്ന് പറയുന്ന ഒരു പ്രൊഡ്യൂസർ, ഒരു നടനായി വന്ന് പിന്നീട് നല്ല സംവിധായകൻ എന്നൊക്കെ തെളിയിച്ച പൃഥ്വിരാജ്. അപ്പോൾ നമ്മളും എല്ലാം ഒരുപാട് പ്രതീക്ഷിച്ചു. നമ്മളെല്ലാം കഥ മെനയുന്നവരാണ് ഇല്ലേ? അങ്ങനെയാണ് സിനിമ എടുക്കുന്നത്, കഥ മെനഞ്ഞ് ചെയ്യുകയാണ്. പക്ഷെ ചരിത്രത്തെ വളച്ചൊടിച്ചാൽ അത് ജനം സഹിക്കില്ല എന്നുള്ളതാണ്. അല്ലാതെ അതിൽ ഒരിക്കലും രാഷ്ട്രീയം കലർത്തേണ്ട കാര്യമില്ല. അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് നമുക്കറിയാം. കുറച്ച് നാളുകൾക്ക് മുമ്പേ സിനിമയുടെ ബഡ്ജറ്റ് കുറയ്ക്കണമെന്ന് നിർമ്മാതാക്കളുടെ അസോസിയേഷൻ ശ്രീ സുരേഷ് കുമാർ ഉൾപ്പെടെ പറഞ്ഞപ്പോൾ അത് എമ്പുരാനെ തകർക്കാനാണ്. മോഹൻലാലും സുരേഷും തമ്മിൽ ഇനി ശത്രുതയിലാവും, ആൻ്റണിയുമായി ശത്രുതയിലാവും എന്നൊക്കെ വിചാരിച്ചവർക്ക് അവിടെ തന്നെ പാലിച്ചു പറ്റില്ല. ഏറ്റവും കൂടുതൽ ഈ പടത്തിന് പബ്ലിസിറ്റി കൊടുത്തത് ജനം TV-യാണ്. ഇല്ലാന്ന് ആർക്കും പറയാൻ പറ്റില്ല. അത് സോഷ്യൽ മീഡിയയിൽ തന്നെ കമൻസിൽ നമുക്കറിയാൻ പറ്റും. കാരണം ഒരു ചിത്രം ഓടട്ടെ എന്ന് വെച്ചിട്ട്. പക്ഷേ റിലീസ് ചെയ്തപ്പോൾ ഇത്തരമൊരു പ്രശ്നമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ നമ്മൾ ഇവിടെ സമാധാനം വേണമെന്ന് കാംക്ഷിക്കുന്ന ആരും അതിനോട് യോജിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ എതിർപ്പുകൾ ഉണ്ടായതും. എന്തായാലും ഇത് വലിയ നാണക്കേടുണ്ടാക്കി എന്നുള്ളത് മലയാള സിനിമയ്ക്ക് അത് നമുക്ക് ഇരിക്കാൻ പറ്റില്ല. ഇതിപ്പോൾ എല്ലാവരും പറയുന്നു ഇതിങ്ങനെയാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന്. ആ സിനിമയിലെ ഓരോ സാങ്കേതിക പ്രവർത്തകരും പറഞ്ഞാൽ
ആ സാങ്കേതിക പ്രവർത്തകർക്ക് ഭയങ്കര നാണക്കേടല്ലേ. ഇങ്ങനെ സീനുണ്ടോ ഞങ്ങൾ അറിഞ്ഞില്ല, ഈ കഥ ഞാനിത് അല്ല കേട്ട കഥ എന്നൊന്നും ആരും പറയരുത്. അങ്ങനെയൊന്നും അല്ല ഇവിടെ സിനിമ നടക്കുന്നത്. ഒരു പ്രിവ്യൂ കണ്ടിരിക്കും, അതിനു മുമ്പേ സബ്ജക്റ്റുകൾ പരസ്പരം ഡിസ്കസ് ചെയ്തിരിക്കും. പിന്നെ ഇതെല്ലാം ഒരു സമയദോഷം കൊണ്ടെല്ലാം ചിത്രം റിലീസ് ചെയ്യുമ്പോൾ ഒരു പക്ഷേ ഇവിടെ ഈ ബ്രഹ്മാണ്ഡ സിനിമ എന്ന് കൊട്ടിഘോഷിക്കപ്പെടുന്ന ഈ സിനിമയ്ക്ക് പ്രിവ്യൂ ഉണ്ടായിട്ടില്ല. നോക്കൂ, താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ എത്രയോ കോടികൾ, ശതകോടികൾ ചെലവഴിച്ചുണ്ടാക്കിയ ഒരു സിനിമ, ആ സിനിമ പുറത്തിറങ്ങുന്നതിന് മുമ്പല്ലേ അതിൻ്റെ ഒരു പ്രിവ്യൂ സാധാരണ നടക്കാറില്ല. ബന്ധപ്പെട്ടവരൊക്കെ കാണാറുണ്ട്, അവിടെ ഇരുന്നാണ് കാണുന്നത്. ചിലപ്പോൾ എന്തെങ്കിലും തെറ്റുകൾ, അബദ്ധങ്ങൾ ഉണ്ടെങ്കിൽ അത് തിരുത്താനുള്ളൊരു അവസരം കൂടിയാണല്ലോ ഈ പ്രിവ്യൂ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ പ്രിവ്യൂ ഉണ്ടായില്ല എന്ന് പറയുന്നത് മാത്രമല്ല, ഇന്നിപ്പോൾ ഒരു പാനൽ അവർ ഈ സിനിമ വീണ്ടും പരിശോധനയ്ക്ക് വിധേയമാക്കി. അതിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇപ്പോൾ അതിൽ എന്തൊക്കെ തിരുത്തലുകൾ വരുത്തണമെന്ന് തീരുമാനിച്ചത്. സാധാരണ ഈ ആശീർവാദിൻ്റെ സിനിമ സെൻസർ ചെയ്യുന്ന സമയത്ത് ആശീർവാദിൻ്റെ പ്രതിനിധിയായിട്ട് ഒരു മുരളീധരൻ, എനിക്കറിയില്ല താങ്കൾക്ക് ആ പേര് സുപരിചിതമാണോ എന്ന്, സാധാരണ മുരളീധരനെയാണ് പറഞ്ഞ് വിടാറുള്ളത്. പക്ഷേ എമ്പുരാൻ സെൻസർ ചെയ്ത സമയത്ത് അതിൻ്റെ സംവിധായകൻ പൃഥ്വിരാജ് തന്നെ അവിടെ എത്തി. അദ്ദേഹം മറ്റ് പല സീനുകളും ഉണ്ടായിരുന്നു, അതിലൊക്കെ കത്രിക വീണിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ചില സ്ഥലത്ത് കത്രിക പ്രയോഗിച്ചപ്പോൾ ഇദ്ദേഹം അതിനെ എതിർത്തു എന്നൊക്കെ വാർത്തകൾ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ സാധാരണ ആശീർവാദിൻ്റെ ഒരു പ്രതിനിധി പോകുന്ന സ്ഥലത്ത് സംവിധായകൻ തന്നെ അവിടെ എത്തുകയും ഇത്തരം വിവാദ സീനുകൾ അല്ലെങ്കിൽ വിവാദ പരാമർശങ്ങൾ, വിവാദ ഡയലോഗുകൾ ഒക്കെ ഉണ്ടായിട്ടും അതിൽ കൂടുതൽ ഇടപെടലിലേക്ക്, സെൻസർ ബോർഡിൻ്റെ ഭാഗത്തുനിന്ന് ഇടപെടലിലേക്ക് പോകാതെ അതൊക്കെ നിയന്ത്രിക്കാൻ വേണ്ടി തന്നെ ആയിരിക്കില്ല ഒരുപക്ഷെ സംവിധായകൻ്റെ സാന്നിധ്യം അവിടെ അറിയിച്ചത്. നോക്കൂ, മാത്രമല്ല ഇപ്പോൾ ഇത് റീസെൻസറിങ്ങിന് പോവുകയാണല്ലോ. അപ്പോൾ ഇത് നേരത്തെ സെൻസർ ചെയ്ത 4 അംഗ പാനൽ അവർ ഈ പണിക്ക് കൊള്ളില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടല്ലേ ഇന്നൊരു പുതിയ പാനലിനെ വെച്ച് വീണ്ടും ഈ സിനിമ പരിശോധിച്ചിരിക്കുന്നത് അല്ലേ? അതെ, അതായത് ഒരു ചിത്രം, ഞാനും കുറേ ചിത്രങ്ങൾ സെൻസർ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ചില സംവിധായകർ സെൻസറിന് നേരിട്ട് വരും. അത് അവർക്ക് ആ സിനിമയോടുള്ള ഒരു താല്പര്യക്കൂടുതൽ ഒക്കെ കൊണ്ടാവാം. കാരണം ഇന്ന സീൻ കട്ട് ചെയ്താൽ ചിലപ്പോൾ അത് ആർഗ്യൂ ചെയ്യാനൊക്കെ നമുക്ക് പറ്റും. അതിന് വേണ്ടിയിട്ട് പോയതായിരിക്കാം. ഇവിടെ വിഷയമൊന്നുമില്ല. പക്ഷേ ഞങ്ങൾ ആരും ഇത് അറിഞ്ഞില്ല എന്ന് ഈ സിനിമയിലെ പ്രധാനപ്പെട്ടവർ പറയുമ്പോൾ അത് ഭയങ്കര മോശമായിട്ട് എനിക്ക് തോന്നി. പിന്നെ അറ്റ്ലീസ്റ്റ് ഡബ് ചെയ്യുമ്പോഴെങ്കിലും എല്ലാവർക്കും ഇതിൻ്റെ പ്രധാന താരങ്ങൾക്ക് എന്തായാലും അറിയാം. ചെറിയ ചെറിയ സീനുകൾ ഡബ് ചെയ്യുന്നവർക്കൊന്നും അറിയാൻ പറ്റില്ല. പ്രധാന താരങ്ങൾക്ക് ഇതിൻ്റെ കഥ എങ്ങനെയാണെന്നും ഇത് പോകുന്നത് എങ്ങനെയാണെന്നും. പക്ഷെ അവരിത് ഇത്രയും പ്രക്ഷോഭം ഉണ്ടാവുമെന്നോ ഒന്നും അറിഞ്ഞില്ല. തീർച്ചയായിട്ടും ഈ ഒരു പ്രക്ഷോഭം കൊണ്ട് ഒരുപാട് ഗുണങ്ങളുള്ളത്. ഈ പടം ഇനി ഇതെല്ലാം കട്ട് ചെയ്ത് പോകുമ്പോൾ ചിലപ്പോൾ കണ്ടവർ വീണ്ടും കാണാം. ഞാൻ പറഞ്ഞ പടങ്ങൾ ഓടണം കേട്ടോ. ഞാൻ ആ ഇൻഡസ്ട്രിയിലുള്ളൊരു വ്യക്തി എന്നുള്ള ഇതിലേക്ക് ഒരു സിനിമയും നഷ്ടം വരരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തിലാണ് ഞാൻ പറഞ്ഞത്. പടങ്ങൾ ഓടണം. ഈ സീൻ കട്ട് ചെയ്ത് എന്താണെന്ന് കാണാൻ വേണ്ടി ആൾക്കാർ കാണും. കട്ട് ചെയ്യുമ്പോൾ നേരത്തെ അനിൽ നമ്പ്യാർ ചോദിച്ച പോലെ ഈ ആദ്യത്തെ 4 പേരെന്നല്ല, ഇപ്പോഴത്തെ സെൻസർ ബോർഡ് മെമ്പേഴ്സിൽ ഈ കലാകാരന്മാരെ സിനിമയ്ക്കുള്ളിൽ നിന്ന് തന്നെ സെൻസർ ബോർഡിൽ അറ്റ്ലീസ്റ്റ് കലാകാരന്മാരെയെങ്കിലും എടുക്കണ്ടേ? ഇത് ആരൊക്കെയാണെന്നുള്ള ആർക്കും അറിയില്ല എന്നുള്ളതാണ് പറയുന്നത്. പുതിയ സെൻസർ ബോർഡിൽ ആരൊക്കെയാണെന്ന് ഇപ്പം ഞാൻ ഇപ്പം അതിനകത്തില്ല, എനിക്കറിയില്ല. പുതിയ ലിസ്റ്റ് നമുക്കാർക്കും കിട്ടിയിട്ടുമില്ല. ആരൊക്കെയാണ് സെൻസർ ബോർഡെന്ന് അറിയാൻ വയ്യ. അപ്പോൾ ആ 4 പേര് സെൻസർ ചെയ്തു, അതിന് അടുത്ത 4 പേര് സെൻസർ ചെയ്യുന്നു, അവർ 17 സീൻ കട്ട് ചെയ്യുന്നു. അടുത്ത വീണ്ടും ഒരു 4 പേരെ വെച്ച് അവരൊരു 10 സീൻ കട്ട് ചെയ്താൽ മൊത്തം പടവും കട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയല്ല വേണ്ടിയിരുന്നത്. ആദ്യമേ എന്തിനാണ് സെൻസർ നിയമം വച്ചിരിക്കുന്നതെന്ന് ബോധ്യമുള്ളവർ സെൻസർ ചെയ്യണമായിരുന്നു പടം. അവിടെ ആരുടെയും അടിയാളായിട്ട് റീജിയണൽ ഓഫീസറെ ആണ് പിടിക്കേണ്ടത്. ആ ROA ആണ് പിടിക്കേണ്ടത്. മാത്രമല്ല അദ്ദേഹത്തിനും ചില പ്രത്യേക താല്പര്യങ്ങളുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചല്ലോ, സിനിമയുമായി യാതൊരു ബന്ധവും ഇല്ലാത്തവരെ പിടിച്ച് സെൻസർ ബോർഡിൽ നിയമിക്കുക. മാത്രമല്ല ഈ ഇങ്ങനെയൊരു ഒരു 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 പ്രമേയം കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമ മാത്രം 5 ഭാഷകളിലാണല്ലോ ഇതിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഭാഷയിൽ ഒക്കെ പ്രാവീണ്യം ഉള്ള ആളുകളെ കൊണ്ടുവന്ന് ഇരുത്തുക. അങ്ങനെയുള്ള ഈ മിനിമം ആയിട്ടുള്ള ചില റിക്വയർമെൻറ്റ്സ് ഉണ്ടല്ലോ, അതുപോലും പാലിക്കാത്ത, ആ മാനദണ്ഡങ്ങൾ പോലും പാലിക്കാത്ത ഒരു RO അദ്ദേഹത്തിനെതിരല്ലേ ആദ്യം നടപടി എടുക്കേണ്ടത്?
അവിടെ ഒരു ചെറിയൊരു പ്രോബ്ലം ഉണ്ട്. ഇത് കേന്ദ്രം സെൻസർ ബോർഡ് എന്ന് പറയുന്നത് കേന്ദ്രത്തിൻ്റെ കീഴിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ആൾക്കാർ തന്നെ അല്ലേ സെൻസർ ചെയ്തത് എന്ന് ഞാൻ ഒരു BJP പ്രവർത്തകനെ അറിയാമെന്നുള്ളവർ തന്നെ മാന്യമായിട്ട് ചോദിച്ച ചോദ്യങ്ങളാണ് കേട്ടോ. അതിൻ്റെ ഭാഗത്ത് എനിക്ക് തീർച്ചയായിട്ടും അങ്ങനെയാണെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. ഇതാരാ ഇവരെയൊക്കെ നിയമിച്ചത്, ആരൊക്കെയാണെന്നുള്ള ലിസ്റ്റ് പോലും സാധാരണ സെൻസർ ബോർഡ് എടുത്തു കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് പത്രങ്ങളിൽ വരും, ഇത്രയും പേരെ സെൻസർ ഇതിലെടുത്ത്. ഇത്തവണ അതൊന്നും ഞങ്ങൾ ആരും കണ്ടിട്ടില്ല കേട്ടോ. അതുകൊണ്ട് ആരാണ് ഇതൊന്നും ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അത്തരം താല്പര്യങ്ങളുള്ളവർ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ എന്താ സംഭവിച്ചത്, ആർക്കാ നഷ്ടം വരുത്തി വെച്ചത്? ആ നിർമ്മാതാവിനും നമ്മളൊക്കെ ആരാധിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാറിന് ചീത്തപ്പേരുണ്ടാക്കി, പൃഥ്വിരാജിനെ പാരൻസിനെ വരെ ചേർത്ത് ചീത്ത വിളിപ്പിക്കാനുള്ള അവസരമൊക്കെ ഉണ്ടാക്കിയതാരാ? അപ്പോൾ അവിടെ സ്ട്രിക്റ്റ് ആവണമായിരുന്നു. ഇനി ഏത് പടമായാലും ഞങ്ങൾ ഇത് കട്ട് ചെയ്യും. ഞാനിത് ഒരിക്കൽ പറഞ്ഞ കാര്യം പറയുകയാണ്. എൻ്റെ സുഹൃത്തുക്കളായ AK സാജൻ, AK സന്തോഷ്, പൃഥ്വിരാജ് നായകനായ ഒരു പടം അത് റീസെൻസറിന് വന്നു. കാരണം ചാനലുകൾ അന്ന് OTT അല്ലല്ലോ, അറിയാമല്ലോ. ചാനൽ റൈറ്റ്സ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ വയലൻസ് കട്ട് ചെയ്യണം. പക്ഷെ കട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവർ പേര് മാറ്റി തന്നു, സ്റ്റോപ്പ് വയലൻസ്. അപ്പോഴും ഞങ്ങൾ സെൻസർ ബോർഡ് പറഞ്ഞു ടൈറ്റിലേ മാറുന്നുള്ളൂ, അതിലെ സീൻസ് മാറുന്നില്ല, അതുകൊണ്ട് തരാൻ പറ്റില്ല. ഇന്നും അവരൊക്കെ എൻ്റെ സുഹൃത്തുക്കളാണ്, സാജനും ഒക്കെ സന്തോഷവും ഒക്കെ. അവിടെ അവർക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ അല്ല, നമ്മൾ ഇവിടെ സ്വാർത്ഥരാവരുത്. എന്തിനാണ് സെൻസർ ബോർഡ് എന്നൊരു സ്ഥാപനം വച്ചിരിക്കുന്നത് തന്നെ? ഇത് സമൂഹത്തിന് നന്മകൾ പകരാനും ഒക്കെയാണ്. കാരണം കുട്ടികൾ ഉൾപ്പെടെ തിയേറ്ററിൽ വരുമ്പോൾ കട്ട് ചെയ്യേണ്ട സീൻസ് എല്ലാം കട്ട് ചെയ്ത് കളയാനുമാണ്. ഇതിനു മുമ്പേ നമ്മളിവിടെ മാർക്കോ ഇറങ്ങിയപ്പോൾ എന്തൊക്കെയായിരുന്നു പ്രശ്നം? അവരൊക്കെ ഇപ്പോൾ ഇപ്പം മോഹൻലാലിനോട് സ്നേഹമാണ്. ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടിക്കാ? എനിക്ക് അതാണ് കോമഡി ആയിട്ട് തോന്നുന്നത്. ഇന്നലെ വരെ തെറി പറഞ്ഞുകൊണ്ടിരുന്നവരെല്ലാം ഇപ്പോൾ അപ്പോൾ ഇവിടെ രാഷ്ട്രീയം തന്നെയാണ് ഇതിൻ്റെ പിന്നിൽ. എന്തായാലും ഇത് തിങ്കളാഴ്ച മാറട്ടെ, തിരിച്ച് റിലീസ് ചെയ്യട്ടെ, ഇവിടെ ഈ ഇഷ്യൂസ് എല്ലാം കെട്ടടങ്ങട്ടെ എന്നുള്ളൊരു അഭിപ്രായവും കൂടെ എനിക്കുണ്ട്. ഓക്കെ, ഡോക്ടർ ആരിഫ് ഹുസൈൻ കേൾക്കാമോ? ഞാൻ കേൾക്കാം. യെസ്, ഓക്കെ, താങ്ക് യു. ഡോക്ടർ ആരിഫ് ഹുസൈൻ, ഒരു സിനിമയിൽ സേവാഭാരതിയുടെ ഒരു ആംബുലൻസ് കാണിച്ചപ്പോൾ ഇവിടെ വലിയ കോലാഹലമുണ്ടാക്കിയവരാണ്. അവരാണ് ഇപ്പോൾ എമ്പുരാനെ വാഴ്ത്തിപ്പാടുന്നത്. പക്ഷേ എങ്കിലും ഇവിടെ ചില വെട്ടിത്തിരുത്തലുകൾ ഒക്കെ സംഭവിച്ചിരിക്കുന്നു. പുതിയ പതിപ്പ് തിങ്കളാഴ്ച ഇറങ്ങും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. വെട്ടിത്തിരുത്തിയതുകൊണ്ട്, കത്രിക വെച്ചതുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുമോ? നമ്മളിവിടെ പറയുന്നൊരു കാര്യം, സിനിമ എന്ന് പറയുന്നത് സിനിമയായിട്ട് കാണാൻ നമുക്ക് സാധിക്കണം. അതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമായിട്ട് കാണേണ്ട കാര്യമാണെന്ന് നമ്മൾ ഇത് ഇന്നോ ഇന്നലെ പറയണതല്ല. ഇവിടെ ഏത് സിനിമ വന്നപ്പോഴും നമ്മൾ പറഞ്ഞത് തന്നെയാണ്. കേരള സ്റ്റോറി എന്ന് പറയുന്ന മൂവി വന്നപ്പോഴും നമ്മൾ തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിനകത്ത് ഇപ്പോൾ പ്രത്യേകിച്ച് പുതിയതായിട്ട് എന്തെങ്കിലും പറയണമെന്ന് പോലും വരുന്നില്ല. നമ്മൾ അന്ന് പറഞ്ഞത് ഇവിടെ റീറ്ററേറ്റ് ചെയ്യേണ്ടി വരുന്നു, അത്രയേ ഉള്ളൂ. ഇത് ആവിഷ്കാര സ്വാതന്ത്ര്യം, അതിൻ്റെ ഭാഗമായിട്ട് ഏത് വിഷയവും നമുക്കിവിടെ അഡ്രസ്സ് ചെയ്യാനും അതിൻ്റെ പേരിൽ സിനിമ എടുക്കാനുള്ള അവകാശം നമുക്കിവിടെ ഉണ്ട്. അത് നമ്മൾ എടുക്കും. സെലക്റ്റീവ് ആവുന്നു, അപ്പോഴാണല്ലോ പ്രശ്നം. അതെ, അവിടെയാണ് നമ്മളും പറഞ്ഞു വരുന്നത്. അപ്പം പിന്നെ ഇവിടെ എന്തിനു ഇതൊക്കെ പറയുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ ചിലത് മനഃപൂർവ്വം പറയുന്നു, പറയാതിരിക്കുന്നു. ഇങ്ങനെയുള്ള വിഷയങ്ങൾ വരുമ്പോഴാണ് ഇതിനകത്തുള്ള മറ്റ് ചർച്ചകളിലേക്കൊക്കെ പോകേണ്ടി വരുന്നത്. ഇതാണ് നമ്മൾ ഇതിനകത്ത് പറഞ്ഞു വെക്കുന്നത്. അല്ല, ആരിഫ് ഹുസൈൻ, ആവിഷ്കാര സ്വാതന്ത്ര്യം അതൊരു വിഷയം തന്നെ. പക്ഷേ ചില ചരിത്ര സത്യങ്ങൾ അത് വക്രീകരിക്കുമ്പോൾ, മാത്രമല്ല അത് ഒരു വിഭാഗത്തെ സാരമായി ബാധിക്കുമ്പോൾ അതുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ അത് അഡ്രസ്സ് ചെയ്യേണ്ടതല്ലേ? തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് നമ്മൾ പറയുന്നത്. അതായത് ഏതൊരു സിനിമയാണെങ്കിലും അല്ലെങ്കിൽ ഏതൊരു ആവിഷ്കാരമാണെന്നുണ്ടെങ്കിലും അതിനകത്ത് ഒളിച്ചു കടത്തലുകൾ ഉണ്ടെങ്കിൽ അത് ആ രീതിയിൽ എടുക്കാൻ നമുക്ക് സാധിക്കണം. എന്ന് വെച്ചാൽ അത് ചർച്ചയ്ക്ക് വിടുക, അതിൻ്റെ പേരിലുണ്ടാവുന്ന ഡിബേറ്റായിട്ട് അതിനെ കാണുക, അതിലെ പോരായ്മകൾ ചർച്ച ചെയ്യുക, കൂട്ടിച്ചേർക്കലുകൾ എന്തൊക്കെയാണെന്നുള്ളത് തുറന്നു പറയുക, അതിൽ വിട്ടുപോയത് എന്താണെന്നുള്ളത് തുറന്നു പറയുക. ഇങ്ങനെയാണല്ലോ ഈ സംഗതി മുന്നോട്ട് പോവുക. അതല്ലാതെ ഇതിൽ 100% ശരിയാക്കിക്കൊണ്ടൊരു സാധനം ഇറക്കുക, അങ്ങനെ മാത്രമേ ഇറക്കാൻ പാടുള്ളൂ എന്നൊക്കെ നമുക്ക് നിർബന്ധം പറയാമെങ്കിലും അതങ്ങനെ ആയിക്കൊള്ളുന്നില്ല. അപ്പം അങ്ങനെ ആകാതെ വരുമ്പോൾ അതിലെന്ത് സംഭവിക്കും? അതിനകത്ത് മറ്റുള്ള ചർച്ചകൾക്കുള്ള വഴി തുറന്നിടുക എന്നുള്ളതാണ്. പക്ഷെ അതിന് പകരം ഇത് സെൻസർ ബോർഡിനെ വിലക്കെടുക്കുന്നതായിട്ടോ അതല്ലെങ്കിൽ സിനിമ തന്നെ നിരോധിക്കുന്ന രീതിയിലേക്കോ അങ്ങനെയൊക്കെ ഇപ്പൊ വലിയ തോതിൽ ഇതിൽ വെള്ളരിപ്രാവായിട്ട് മാറുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇവിടുത്തെ ഇടതുപക്ഷം. അതായത്
അതുപോലെ തന്നെ ഇസ്ലാമിക പക്ഷം ചില മൂവിയൊക്കെ വന്ന സമയത്ത് അത് ഇടതുപക്ഷത്തിന് വലിയ ദോഷം ഉണ്ടാക്കുന്ന സംഗതിയാണെന്ന് കണ്ട് അതിൽ അവർ വലിയ തോതിൽ അതിനെ എതിർക്കുകയും അത് പ്രദർശിപ്പിക്കാൻ വേണ്ടി വന്ന സിനിമ തിയേറ്ററുകൾ അത് അവിടുന്ന് പിൻവലിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട്. എനിക്കൊന്ന് ലെഫ്റ്റ് എന്ന് പറയുന്ന ഒരു മൂവി ഇതിന് മുന്നേ ഉണ്ടായത് അത് ഇടതുപക്ഷത്തിന് വലിയ തോതിൽ ദോഷം ഉണ്ടാക്കുന്നു എന്നുള്ള രീതിയിൽ വന്നു. അങ്ങനെ പല പല സംഗതികൾ അങ്ങനെ വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് എന്താണ്, അതിലൂടെ മുന്നോട്ട് വെക്കുന്ന ആശയത്തെ നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ കഴിയാതെ വരുമ്പോൾ നിങ്ങൾ ആ സിനിമ നിരോധിക്കണം എന്ന് പറയുന്നു, നിങ്ങൾ പുസ്തകം നിരോധിക്കണം എന്ന് പറയുന്നു, നാടകം നിരോധിക്കണം എന്ന് പറയുന്നു. ഇതാണ് നമ്മളിവിടെ കാണുന്നത്. അതല്ല വേണ്ടതെന്നാണ് നമ്മൾ പറയുന്നത്. സിനിമ, കഥ, നാടകം എന്തു തന്നെ ആയാലും അതിവിടെ ഉണ്ടാകും. ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ നമ്മൾ പറയുന്നത് മറ്റൊരു കാര്യം കൂടിയാണ്. ഇത് യഥാർത്ഥത്തിൽ ഇവിടെ പറഞ്ഞു വെക്കുന്നത് ഇപ്പോൾ സംഘപരിവാർ മേഖലയിലുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ട് എനിക്ക് സത്യത്തിൽ ചിരിയാണ് വരുന്നത്. കാരണം എന്താണ്, ഇത് അവർക്ക് അനുകൂലമായിട്ടാണ് വന്നിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്കൊക്കെ നോക്കിയിട്ട് മനസ്സിലാവുന്നത്. കാരണം എന്താണ്, സപ്പോസ് ഈ സിനിമ ഗോത്ര കലാപത്തെ കുറിച്ചാണ് പറഞ്ഞത് എന്ന് വിചാരിക്കാം. അപ്പൊ എന്തായിരിക്കും ഇവിടെ വരിക? ഇത് സംഘപരിവാർ ഗൂഢാലോചനയാണ്, ഇത് ഒളിച്ചുകടത്തലാണ്, ഇത് ഈ സിനിമയിലൂടെ മോഹൻലാലിനെ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ഗോത്ര അല്ലെങ്കിൽ ഗുജറാത്ത് കലാപത്തെ വെളുപ്പിക്കാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള രീതിയിലല്ലേ ഇത് ഇവിടെ വരിക. അപ്പൊ ഇതിലെന്താ സംഭവിക്കുക? എന്താണ് ഗോത്ര എന്നുള്ളത് ചർച്ച ചെയ്യപ്പെടാനുള്ള സാധ്യത പോവുകയാണ് ചെയ്യാം. പക്ഷെ ഇവിടെ ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത് എന്താണ്, എപ്പോ ഗുജറാത്ത് കലാപത്തെ കുറിച്ച് പറയുമ്പോഴും സാധാരണ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യമാണ്, അത് മാത്രം പറഞ്ഞാൽ പോരാ, അതിലേക്ക് വഴിവെച്ച ഗോത്ര കലാപത്തെ കുറിച്ചും കൂടി പറയണം എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ കേൾക്കാറുണ്ട്. പക്ഷെ അത് ആരും ചെയ്യാറില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മൊത്തം ഗുജറാത്ത് കലാപം വെള്ളത്തിലാവും. അപ്പൊ പിന്നെ എന്താ വഴി? ഇതിനെക്കുറിച്ച് പറയിപ്പിക്കുക എന്നുള്ളത് ഒരു വലിയ ഒരു ലക്ഷ്യമായിട്ട് കാണുമ്പോൾ ഇവിടെ 5 പൈസയുടെ ചെലവില്ലാതെ BJPക്ക് ഇന്ന് നാട്ടുകാർ മുഴുവൻ ഈ ഗോത്ര കലാപത്തെ കുറിച്ച് പഠിക്കാനും എന്താണ് ആ സംഭവം, എന്തുകൊണ്ടാണ് സംഘികൾ ഇതിനെ എതിർക്കുന്നത്, എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഇത്ര വലിയ ഒരു പ്രശ്നം ഉണ്ടായത് എന്നൊക്കെ അവർ അന്വേഷിച്ചിറങ്ങി ഗോത്ര കലാപത്തെ കുറിച്ച്. ഇന്നിപ്പോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോ യൂട്യൂബിലൊക്കെ ഗോത്ര കലാപത്തെ കുറിച്ചുള്ള മൂവീസ് ആയാലും ഇപ്പോൾ സഫാരി ചാനലിലുള്ള വീഡിയോസ് ആയാലും അതൊക്കെ ഇന്നിപ്പോ രണ്ടാമത് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഏഷ്യാനെറ്റിൽ വന്നിട്ടുള്ള പഴയ വാർത്തകൾ ഇതെല്ലാം ഇന്നിപ്പോ പൊങ്ങി വന്നിരിക്കുകയാണ്. അത് ഇൻസ്റ്റാഗ്രാമിലും മറ്റു സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്ര നാളും ഇതൊക്കെ ഇവിടെ ഉണ്ടായിട്ടും എന്തേ ആർക്കും ഈ ഗോത്ര കലാപത്തെ കുറിച്ച് അന്വേഷിക്കാൻ സാധിക്കാതെ പോയത്? ഗോത്ര കലാപത്തെ കുറിച്ച് ഉണ്ടായിട്ടുള്ള മൂവീസ് എന്തുകൊണ്ടാണ് ഇവിടെ ശ്രദ്ധിക്കപ്പെടാതെ പോയത്? അപ്പോൾ ഈ സംഗതികളെല്ലാം തന്നെ ഇന്ന് ഈ ഒരൊറ്റ സിനിമയുടെ പേരിൽ, എമ്പുരാന്റെ പേരിൽ പുറത്തേക്ക് വരുമ്പോൾ സത്യത്തിൽ ഇത് BJPക്ക് വലിയ തോതിലുള്ള ഒരു മാർക്കറ്റിംഗ് ആണ് ഇവിടെ നടത്തി കൊടുത്തിരിക്കുന്നത്. ഇത് ഏറ്റെടുത്ത് ഇതിനെ എതിർപ്പായിട്ട് കൊണ്ടുവരുമ്പോൾ, ഇത് അവരുടെ വിജയമായിട്ട് അവർ ആഘോഷിക്കുമ്പോൾ, ഇത് സംഖ്യകൾക്ക് പണി കൊടുത്തതെന്ന് പറഞ്ഞിട്ടൊക്കെ ആഘോഷിക്കുമ്പോൾ സത്യത്തിൽ അവര് അറിയാതെ പോകുന്നത് അവര് വളർത്തുന്നത് BJP തന്നെയാണ്. തലമുറയ്ക്ക് ഇതൊന്നും അറിയില്ലല്ലോ, എന്താണ് ഗോത്ര സംഭവം, എന്താണ് ഗോത്ര കലാപം. അതെ, അങ്ങനെ ഒരു ഗ്യാപ്പ് ഇവിടെ ഉണ്ട്. പുതിയ തലമുറയിൽപ്പെട്ടവർക്ക് ആർക്കും അറിയില്ല. സ്വാഭാവികമായിട്ട് ഗോത്ര സംഭവത്തിന്റെ ഒരു പുനർവായന അത് സാധ്യമായി ഈ ചിത്രത്തിലൂടെ. തീർച്ചയായിട്ടും അതാണ് ഞാൻ ഇതിനകത്ത് കാണുന്ന ഒരു പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളിൽ ഒന്ന്. അതാണ് ഗോത്ര കലാപത്തെ കുറിച്ച് ആളുകൾ അന്വേഷിക്കും. അത് അന്വേഷിച്ചു കഴിഞ്ഞാൽ ഈ ഗുജറാത്ത് കലാപത്തെ കുറിച്ച് പൊലിപ്പിച്ച് പറഞ്ഞുകൊണ്ടുണ്ടായി ഇവിടെ നടത്തിക്കൊണ്ടിരുന്ന ഒരു ഭീതി വ്യാപാരം അതിനി നടക്കില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇത് BJPയുടെ വളർച്ച തന്നെയാണ് കേരളത്തിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് BJPക്ക് കൂടുതൽ മൈലേജ് ഉണ്ടാക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് മാറാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇത് ഈ ഒരു എമ്പുരാൻ സിനിമ ക്രൂവിൽ ഉള്ള ആളുകൾ പൊതുവെ പറയാറ് പൃഥ്വിരാജ് കുറേയും കൂടി ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുന്നു എന്നൊക്കെയാണ് പലരും പറയാറുള്ളത് എന്നുണ്ടെങ്കിലും ഇന്ന് നമ്മളിവിടെ കാണുന്നത് ഇതിനകത്തുള്ള മറ്റുള്ള ആളുകൾ, ചിലപ്പോൾ മുരളി ഗോപി ആയിരിക്കാം ഈ പണി കൊടുത്തതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സിനിമാ മേഖലയിലുള്ള ആളുകളൊക്കെ ക്ഷമിക്കുക. കാരണം പക്ഷേ 2022 കഥ പറഞ്ഞപ്പോൾ ഇങ്ങനെ ആയിരുന്നില്ല എന്നൊക്കെയാണ് വാർത്തകൾ കേട്ടോ. ഇവരാരും ഒന്നും വിട്ടു പറയുന്നില്ലല്ലോ, ഇവരാരും പൊതുസമൂഹത്തിൽ വന്നൊന്നും പറയുന്നില്ലല്ലോ. പറഞ്ഞ സമയത്ത് അത് അവിടെ ഒരു ട്രെയിൻ ട്രാജഡി മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അത് സിനിമയായി മാറിയപ്പോൾ അതിൽ ഗോത്ര കടന്നു വരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അങ്ങനെയുള്ള ചില വ്യതിയാനങ്ങളൊക്കെ സംഭവിച്ചിരിക്കുന്നു. അത് തിരക്കഥാകൃത്ത് അറിഞ്ഞില്ല എന്ന് തിരക്കഥാകൃത്ത് തുറന്ന് പറയണം, അല്ലേ? അത് സംവിധായകൻ്റെ ഭാവനയിൽ ഉയർന്നതാണോ എന്ന് സംവിധായകൻ പറയണം. ഇപ്പം എല്ലാവരും മൗനിഭാവകളായിട്ടിരിക്കുകയാണല്ലോ. ഞാൻ പറയുന്നത് അതൊന്നുമല്ല. ഇതൊന്നും ഇവിടെ ഇങ്ങനെ കൂടുതൽ ഇതിനകത്ത് തിരക്കഥാകൃത്ത് ഉത്തരം പറയേണ്ട ബാധ്യത അല്ലെങ്കിൽ സംവിധായകൻ ഉത്തരം പറയേണ്ട ഇതൊന്നും ഇതിനകത്ത് വരുന്നില്ല. അത് ഈ സിനിമയിൽ നിന്നല്ല, ഒരു സിനിമയിലും ഇല്ല.
അത് ആ കലാരൂപം എന്നുള്ള രീതിയിൽ അത് ഒരു പ്രൊഡക്റ്റ് ആയി കഴിഞ്ഞു, അത് അവിടെ വന്നു. ഇനി അതിന്റെ മുകളിലുള്ള ചർച്ച അത് ഏറ്റെടുക്കേണ്ടത് പൊതുജനാണ്. അത് നിങ്ങൾ ചർച്ച ചെയ്യുക, പൊതുജനങ്ങൾ അത് ചർച്ച ചെയ്യുക. അതങ്ങനെ ആയിരിക്കാം എന്ന് നിങ്ങൾക്ക് പറയാം, അത് അങ്ങനെ അല്ലായിരിക്കാം എന്ന് പറയാം. അതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്തും പറയാം. എക്സെപ്റ്റ് പടം നിരോധിക്കണം എന്ന് പറയുന്നത് ഒഴിച്ച് എന്തും പറയാമെന്നാണ് ഞാൻ പറയുന്നത്. അതല്ലാതെ എന്താണ് ഞാൻ ഉദ്ദേശിച്ചത്, കഥയിൽ ഞാൻ ഉദ്ദേശിച്ചത് എന്തായിരുന്നു, മഷി കുറഞ്ഞു പോയതുകൊണ്ട് ഞാൻ വെട്ടിച്ചുരുക്കിയപ്പോൾ ഇങ്ങനെ ആയിപ്പോയതാണ്, ഇതുപോലുള്ള ഒരു ന്യായത്തിന്റെ ആവശ്യമില്ല എന്നാണ് ഞാൻ പറഞ്ഞു വെക്കുന്നത്. ഈ തിരക്കഥാകൃത്തായാലും അഭിനയിച്ച നടന്മാരായാലും നടിമാരായാലും അതല്ലെങ്കിൽ അതിന്റെ മറ്റ് അണിയറ പ്രവർത്തകർ, ഒരാൾക്ക് പോലും അത് പുറത്തു വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഉദ്ദേശിച്ചതായിരുന്നു അല്ലെങ്കിൽ അതിന്റെ കാരണം ഇന്നതായിരുന്നു, ഇതൊന്നും പറയേണ്ട ഒരു ബാധ്യതയില്ല എന്നാണ് ഞാൻ പറയാം. അത് ഈ സിനിമയിൽ നിന്നല്ല, കേരള സ്റ്റോറിയിൽ നമ്മൾ പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ ആരിഫ് ഹുസൈൻ, സപ്പോസ് ഇതൊരു ആന്റി മുസ്ലിം കണ്ടന്റ് ആയിരുന്നെങ്കിലോ? അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. അവസ്ഥ അതാണ് ഞാൻ ആദ്യം ചോദിച്ചത്. അതായത് അങ്ങനെ ആയിരുന്നെങ്കിലോ എന്ന് ഞാനല്ലേ ചോദിച്ചത്. ഇത് ഗോത്ര കലാപത്തെ കുറിച്ചുള്ള ഒരു സിനിമ ആയിരുന്നെങ്കിലോ, ഇത് മുസ്ലിങ്ങളെ കുഴപ്പത്തിലാക്കുന്ന തരത്തിലുള്ള ഒരു സിനിമ ആയിരുന്നെങ്കിലോ, അല്ല, അങ്ങനെയാണ് ഞാൻ പറഞ്ഞതുപോലുള്ള ഒരു കണ്ടന്റ് ആയിരുന്നെങ്കിൽ ഈ രീതിയിലാണോ സ്വീകരിക്കുക? തീർച്ചയായിട്ടും അല്ല, തീർച്ചയായിട്ടും അങ്ങനെയല്ല സ്വീകരിക്കപ്പെടുക. അവിടെ സ്വാഭാവികമായിട്ടും അതിനകത്ത് സിനിമ നിരോധിക്കണമെന്നടക്കം അത് നമ്മൾ മുന്നേ കണ്ടിട്ടുള്ളതല്ലേ. അങ്ങനെ പാടില്ല, അത് മുസ്ലിങ്ങളെ വലിയ തോതിൽ പ്രശ്നം. അത് തീവ്രവാദികളെ കുറിച്ചൊരു ചിത്രം എടുത്തു, ആ ചിത്രത്തിനെ പോലും അത് മുസ്ലിങ്ങൾക്കെതിരെയാണെന്ന് വരുത്തി തീർത്തുകൊണ്ടല്ലേ ഇവിടെ പ്രചരണം ഉണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ നമ്മളതിൽ കൂടുതൽ ചോദിക്കേണ്ട കാര്യമുണ്ടോ? അതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വാദങ്ങൾ കൊണ്ടുവന്ന് ഒരു സിനിമയായിട്ട് കാണാൻ ഇപ്പോൾ അവർ പറയുന്നത് കാണുമ്പോൾ നമുക്ക് സന്തോഷം. നമുക്ക് പറയാനുള്ളത് സിനിമയായിട്ട് കാണണമെന്ന് ഇപ്പോൾ നിങ്ങൾ പറയുന്നത്, അത് എപ്പോഴും നിങ്ങൾക്ക് പറയാനുള്ള ആഫിയത്തും ആരോഗ്യമൊക്കെ ഉണ്ടാവട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ അതെ. ഷിബിനു കിരിയത്ത്, സെൻസർ ബോർഡ് അംഗമായിരുന്ന ഒരാളെന്ന നിലയിൽ ഞാൻ ചോദിക്കുകയാണ്, ഒരു സെൻസർ ബോർഡ് അംഗത്തിന് ആവശ്യം വേണ്ടത് അല്ലേ ഇങ്ങനെ ഒരു സിനിമ, ആ സിനിമയുടെ മെസ്സേജ്, അത് സമൂഹത്തിന് കൊടുക്കുന്ന മെസ്സേജ് അത് നോക്കുക, അത് തെറ്റാണെങ്കിൽ അതുണ്ടാക്കുന്ന സാമൂഹിക പ്രശ്നങ്ങൾ, അതിൻ്റെ ഭവിഷ്യത്തുകൾ, അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടല്ലേ നിങ്ങൾ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുന്നത് അല്ലേ? അപ്പോൾ ഇത് സെൻസറിങ്ങിന് വിധേയമാക്കിയവർക്ക് അടിസ്ഥാനപരമായിട്ട് ആ ഒരു അറിവ് പോലും ഇല്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? ഇവിടെ അറിവില്ലായ്മയുടെ അല്ല, ചിലപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ ആവാം. ഇവിടെ ഡോക്ടർ ആരിഫ് പറഞ്ഞ പോലെ ഒരു എഴുത്തുകാരന് അവൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്, ഒരു സംവിധായകന് അവൻ്റെ പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട്. അവർ രണ്ടുപേരും പറയുന്നതാണല്ലോ അഭിനേതാക്കൾ ചെയ്യുന്നത്, അവരനുസരിക്കുകയാണ് ചെയ്യുന്ന അഭിനേതാക്കൾ സംവിധായകൻ്റെ മുമ്പിൽ എന്ന് തന്നെ പറയാം. പക്ഷേ അത് പ്രേക്ഷകനിലെത്തും മുമ്പേ ഇത് പ്രേക്ഷകനിലെത്തണോ വേണ്ടോ എന്ന് തീരുമാനിക്കാനാണ് സെൻസർ ബോർഡിനെ വെച്ചിരിക്കുന്നത്. ആരിഫ് പറഞ്ഞത് പ്രേക്ഷകൻ തീരുമാനിക്കണം, അല്ല, ആദ്യം ഇത് പ്രേക്ഷകനിൽ എത്തിക്കണോ വേണ്ടോ എന്ന് സെൻസർ ബോർഡ് തീരുമാനിക്കണം. അതിനാണ് പൈസ കൊടുത്തവരെ അവിടെ ഇരുത്തിയിരിക്കുന്നത്. അത് ചെയ്യാത്ത പക്ഷമാണല്ലോ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. അപ്പോൾ ഈ ആദ്യത്തെ 4 പേര് ആരാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. പിന്നെ ഈ പലരും പല സ്വഭാവക്കാരെന്ന് പറഞ്ഞ പോലെ എനിക്കിഷ്ടപ്പെടുന്നതായിരിക്കില്ല വേറൊരാൾക്ക് ഇഷ്ടപ്പെടുന്നത്, ഞാൻ കട്ട് ചെയ്യുന്നതായിരിക്കില്ല വേറൊരാൾ കട്ട്. അതുകൊണ്ടാണ് 3 പേരെ ഇരുത്തിയിട്ട് ഈ സെൻസർ ചെയ്യിപ്പിക്കുന്നത്. 3 പേരും പരസ്പരം ഡിസ്കസ് ചെയ്യാൻ പാടില്ല. ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, പ്രേക്ഷകർക്ക് കൂടി അറിയാൻ താല്പര്യം ഉണ്ടാവും. ഇത് ഇപ്പം നിങ്ങൾക്ക് വിയോജിപ്പുള്ള ഒരു ഏരിയ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുക. നിങ്ങൾക്ക് എത്ര ഏരിയകളിൽ വിയോജിപ്പ് രേഖപ്പെടുത്താം, അങ്ങനെയൊക്കെ ഉണ്ടോ? എന്താണ് അതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ എന്താണ്? അല്ല, അങ്ങനെയല്ല. നമ്മൾ സിനിമ കാണുന്നു, ഇപ്പം വൾഗർ ഡയലോഗ്സ് ഉണ്ടെങ്കിൽ, ഞാനൊക്കെ ആണെങ്കിൽ കുടുംബസമേതം കാണേണ്ട പടമാണെങ്കിൽ ആ വൾഗർ ഡയലോഗ് നോട്ട് ചെയ്ത് വെക്കും. ചിലപ്പോൾ 3 പേരും സെയിം സാധനം നോട്ട് ചെയ്യും. ചിലപ്പോൾ ഒരാൾ പറയും, ഓ ഇതൊക്കെ ഇപ്പോൾ കോമൺ അല്ലേ എന്ന് പറയും. ഇതെല്ലാം ഫൈനൽ തീരുമാനിക്കുന്ന ഈ ചർച്ചയിലൂടെ വരുമ്പോൾ മെജോറിറ്റി പറയുന്നതിനായിരിക്കും എപ്പോഴും മുഖവിലയ്ക്ക് എടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ മെജോറിറ്റി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 4 പേരും ഒരേ ഉദ്ദേശത്തോടു കൂടി ആയിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് ചിന്തിക്കാം. ആയിരിക്കണമല്ലോ, അല്ലെങ്കിൽ പിന്നെ നല്ല അതിശക്തമായി എതിർത്താൽ അങ്ങനെയൊന്നും റിലീസ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. അതിശക്തമായി ഒരാൾ എതിർത്താൽ വേണമെങ്കിൽ കലാപത്തെക്കുറിച്ച് അറിയാത്തവരാണ് ഈ സെൻസർ ബോർഡിൽ അപ്പോൾ ഇരുന്നത് എന്ന് ഞാൻ കരുതുന്നില്ല. അത്യാവശ്യം വിവരം വിദ്യാഭ്യാസമൊക്കെ ഉള്ളവർ തന്നെയാണ് കേട്ടോ. അല്ല, ഇപ്പോൾ ഗോത്ര കലാപം സെൻസർ ബോർഡിലുള്ള ഏകദേശം കൊച്ചു കുട്ടികൾ വരെ ഈ സിനിമ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നവർ വരെ സോഷ്യൽ മീഡിയയിൽ മുഴുവൻ ഇതാണ്. സോഷ്യൽ മീഡിയയിൽ നേരത്തെ ആരും പറഞ്ഞാൽ ഇതൊരു വലിയ പബ്ലിസിറ്റി കിട്ടിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചത്? അവിടെയാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച സംവിധായകന്റെ സാന്നിധ്യം ഒരുപക്ഷെ അതിൽ ഭ്രമിച്ചു പോയിരിക്കാം. വലിയൊരു സൂപ്പർ സ്റ്റാറാകാൻ പോകുന്ന ഒരു വ്യക്തി, ലോകമറിയുന്ന ഒരു വലിയൊരു സംവിധായകനായി മാറാൻ
പോകുന്ന ഒരു വ്യക്തി ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആ സാന്നിധ്യത്തിൽ ഇതൊക്കെ ഒരുപക്ഷെ കൈവിട്ടു പോയതായിരിക്കാം. എന്താണ് മനസ്സിലാക്കേണ്ടതെന്നുള്ളതാണ്. അവിടെ ഇപ്പോഴും ഞാൻ എടുത്തു പറയുകയാണ്, സംവിധായകൻ സെൻസർ ചെയ്യുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അവിടെ അടയാളപ്പെടുത്തി. അതിലെന്തോ ഉണ്ട് സംഭവം. രണ്ടാമത്തെ കാര്യം ഞാൻ എടുത്ത് ചൂണ്ടിക്കാണിക്കുന്നത്, ഈ സിനിമയ്ക്കൊരു പ്രിവ്യൂ ഇല്ലാതെ പോയി എന്നുള്ളത്. ഒരു പ്രിവ്യൂ വെച്ചിരുന്നെങ്കിൽ ഇക്കൂട്ടത്തിൽ ആരെങ്കിലും, അതായത് അവരിപ്പോൾ പറയുന്നത് ഞങ്ങൾ അറിഞ്ഞില്ല, മാത്രമല്ല ഈ നേരത്തെ പറഞ്ഞ കഥയല്ല ഇപ്പോൾ സിനിമയായിട്ട് മാറിയത് എന്നൊക്കെ പറയുന്നവർക്ക് ഇടപെടാനുള്ള ഒരു അവസരം ആ പ്രിവ്യൂ വഴി സാധ്യമാവുകയായിരുന്നു. അതും അടച്ചു. ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ നേരത്തെ പറയുന്നത് പോലെ ഒരു ഡിക്റ്റേറ്ററായി ഈ സംവിധായകൻ്റെ ഇടപെടൽ ഉണ്ടായി എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. നമുക്കതിനെ ലാഘവത്തോടെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റുമോ? അങ്ങനെയല്ല. ഒരു സംവിധായകൻ എന്ന് പറയുന്ന രീതിയിൽ പൃഥ്വിരാജ് പ്രൂവ് ചെയ്തു നേരത്തെ. അദ്ദേഹം നല്ല ടാലൻ്റ് ഉണ്ട്, നല്ല ഫ്രെയിമൊക്കെ അറിയാം എന്നുള്ള വളരെ ഷോർട്സിനെ കുറിച്ചൊക്കെ നല്ല ബോധ്യമുള്ള ഒരാൾ തന്നെയാണ്. അത് ഈ സിനിമയിൽ ഉണ്ടെന്നുള്ളതിലൊന്നും നമുക്ക് യാതൊരു ഇതുമില്ല. പിന്നെ ഈ പറയുന്ന ഇത്രയും പേരെയും ഒരു സിനിമയിൽ എത്രത്തോളം പേര് വർക്ക് ചെയ്യുന്നറിയാമല്ലോ. അത്രയും പേരും സാധാരണ ഇത്തരം കഥകൾ സിനിമയിൽ വരുമ്പോൾ അപ്പം തന്നെ അത് ലീക്കായി ബിഫോർ റിലീസ് ഇഷ്യൂ ഉണ്ടാവാറാണ് പതിവ്. ഇത് റിലീസ് വരെ അത് പിടിച്ചു നിന്നപ്പോൾ അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് എന്നുള്ളത് എനിക്ക് തന്നെ പലപ്പോഴും ആവശ്യം, എന്താണ് ഇത് അതിനു മുമ്പേ ലീക്ക് ആവാത്തത്. പിന്നെ അതിന് ഒരാളെ മാത്രം ബ്ലെയിം ചെയ്യുന്നതിനോട് ഞാൻ ഒരിക്കലും യോജിക്കില്ല കേട്ടോ. പൃഥ്വിരാജിനെ മാത്രം ബ്ലെയിം ചെയ്യുന്നതിനോട് 100% നമ്മളത് ചെയ്യാൻ പാടില്ല. പണ്ട് നമ്മൾ പറയും സിനിമ സംവിധായകൻ്റെ കലയാണ്. ഇത് പ്രധാനപ്പെട്ട താരങ്ങളും പ്രധാനപ്പെട്ട നിർമ്മാതാക്കളൊക്കെ അഭിനയിക്കുന്ന ഒരു പടത്തിൽ പൃഥ്വിരാജ് ഒരുപാട് പടങ്ങൾ ഡയറക്റ്റ് ചെയ്ത ആളൊന്നുമല്ല. തീർച്ചയായിട്ടും അതിനകത്തുള്ള എല്ലാവർക്കും ഇതറിയാം. അതുകൊണ്ട് ഡയറക്ടറെ മാത്രം ബ്ലെയിം ചെയ്യേണ്ട. സംഭവിച്ചു പോയി, ഞാൻ അതാണ് എന്തായാലും സംഭവിച്ചു, സീൻസ് കട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അവിടെ നമുക്ക് ആ ഒരു വികാരം മാനിച്ചവർക്ക് നല്ലൊരു കയ്യടി കൊടുക്കാം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും കട്ട് ചെയ്ത് വരട്ടെ. വീണ്ടും തിങ്കളാഴ്ച മുതൽ ഒരു ഫ്രഷ് പടം ഇറങ്ങിയതുപോലെ ഇറങ്ങട്ടെ എന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷേ സെൻസർ ബോർഡ് ഒന്നുകൂടെ ശ്രദ്ധിക്കണം. കാരണം തമ്മിലടിപ്പിക്കാൻ ഇതിലപ്പുറം വേറൊരു കാര്യം വേണ്ട. അതുകൂടെ സെൻസർ ബോർഡ് നല്ലപോലെ ചിന്തിക്കണം. ആരായാലും സെൻസർ ചെയ്യുന്നവർ ജനങ്ങൾക്ക് നന്മ പകരുന്ന കാര്യങ്ങൾ ചെയ്യണം. അല്ലാതെ മനഃപൂർവ്വം പ്രശ്നങ്ങൾ സൃഷ്ടിക്കാനുള്ളത് ചെയ്യില്ല എന്ന് സ്റ്റേണായിട്ട് പറയാൻ കപ്പാസിറ്റി ഉള്ളവരെ ആ പൊസിഷനിൽ ഇരുത്തുക. ആരുടെയും നിർബന്ധത്തിനോ അല്ലെങ്കിൽ ആരുടെയും പ്രചോദനത്തിലോ വീഴാത്ത ആൾക്കാരിരിക്കട്ടെ സെൻസർ ബോർഡിലെന്നൊരു അഭിപ്രായം കൂടെ ഉണ്ട്. കാരണം കേന്ദ്രത്തിൻ്റെയാണ് അല്ലേ, കേന്ദ്രത്തിൻ്റെ പേരിലാണ്, സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം സെൻട്രൽ ഗവൺമെൻറ്റിനാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ തീർച്ചയായിട്ടും അത് ഒന്നുകൂടെ വേണമെങ്കിൽ ഒരു പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാം. ഇപ്പോൾ എടുത്തിരിക്കുന്ന ലിസ്റ്റിലുള്ളവരുടെ കുറച്ച് നാളെ അയാൾ എടുത്തിട്ടെന്നാണ് ഞാൻ അറിഞ്ഞത്. അല്ല, ഇന്ന് രാവിലെ മുതൽ ഞങ്ങളാണ് ഈ വാർത്ത പുറത്തുവിട്ടത്. അതായത് എമ്പുരാൻ റീസെൻസറിങ്ങിന് ആ പ്രക്രിയ തിരുവനന്തപുരത്തെ ചിത്രാഞ്ജലി സ്റ്റുഡിയോത്തിൽ നടക്കുന്നു എന്ന് പൊതുസമൂഹത്തെ അറിയിച്ചത് ഞങ്ങളാണ്. അപ്പോൾ ഈ വാർത്ത പോകുന്ന സമയത്ത് പലരും വിളിച്ചു ചോദിച്ചു, അതെങ്ങനെയാണ് റീസെൻസറിങ് എങ്ങനെയാണ് സാധ്യമാവുന്നതെന്നുള്ളതാണ്. ഞാൻ അതുകൊണ്ടാണ് ആ മുഖത്ത് ചൂണ്ടിക്കാണിച്ചത്. ഇപ്പോൾ ഒരു കീഴ്ക്കോടതി ശിക്ഷ വിധിക്കുന്നു അല്ലേ, ആ ശിക്ഷയെ ചോദ്യം ചെയ്തുകൊണ്ട് അപ്പീലുമായിട്ട് മേൽക്കോടതിയിലേക്ക് പോകാൻ പറ്റുള്ളൂ അല്ലേ. പക്ഷേ ഈ കീഴ്ക്കോടതിക്ക് ഉണ്ടായിട്ടുള്ള ആ പാകപ്പിഴകൾ അല്ലെ കീഴ്ക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള തെറ്റ് അത് കീഴ്ക്കോടതി തന്നെ തിരുത്തുന്നു. അതെങ്ങനെ സാധ്യമാവും എന്നൊക്കെയുള്ള ചില ചോദ്യങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. അതും ഒരുപക്ഷെ കൃത്യമായിട്ട് അതിന് മറുപടി വിനു കിര്യത്തിന് പറയാൻ സാധിക്കുമെന്നാണ്. മറ്റൊരു കാര്യം വിനു കിര്യത്ത് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്, ഈ നിമിഷം വരെ അത് ഞങ്ങൾ മാത്രമാണ് ഈ വാർത്ത കൊടുത്തത്, പക്ഷേ എല്ലാ മാധ്യമങ്ങളും അത് ഏറ്റുപിടിച്ചിട്ടുണ്ട്, അവർ കൊടുക്കുന്നുണ്ട്. ഈ നിമിഷം വരെ ഇതിൻ്റെ അണിയറ ശില്പികൾ ആരും കമാന്നൊരക്ഷരം വേണ്ടിയിട്ടില്ല. അത് ശരിയല്ല, ഇത്രയും 17 സീൻസ് അതിൽ കത്രിക വയ്ക്കുന്നത് ശരിയല്ല, അല്ലെങ്കിൽ ഇത്രയും വിവാദ പരാമർശങ്ങൾ അത് മ്യൂട്ട് ചെയ്യുന്നത് ശരിയല്ല. ഇവർ വലിയ അതായത് ഓരോ മണിക്കൂർ വെച്ച് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ പോസ്റ്റ് ഇട്ടുകൊണ്ടിരുന്നവരൊക്കെ ഇപ്പോൾ നിശബ്ദരാണ്. അപ്പോൾ അതെന്താ മനസ്സിലാക്കേണ്ടത്? അവർക്ക് തെറ്റ് പറ്റി എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത് അല്ലേ? അവരുടെ മൗനത്തിൽ നിന്ന് അവർക്ക് തെറ്റ് പറ്റി അത് സമ്മതിക്കല്ലേ അവർ, അല്ലെങ്കിൽ ഇതിനെ ചോദ്യം ചെയ്യേണ്ടതല്ലേ? എന്നെ ഫോണിൽ വിളിച്ച ഒരാൾ പറഞ്ഞത്, അതായത് റീസെൻസറിങ് ഉണ്ടെങ്കിൽ ഈ ബന്ധപ്പെട്ടവർക്ക് പ്രൊഡ്യൂസർക്ക് കോടതിയെ സമീപിക്കാം. കോടതിയെ സമീപിച്ചാൽ ആ നിമിഷം കോടതി സ്റ്റേ ചെയ്യും. റീസെൻസറിങ് പറ്റില്ല
പടം തുടരട്ടെ എന്ന രീതിയിലുള്ള ഒരു നിർദ്ദേശം ഉത്തരവായിരിക്കും കോടതിയിൽ നിന്ന് വരിക എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു സാധ്യതയുണ്ടായിട്ടും അത് ആ വഴിക്ക് പോവാതിരുന്നത് ഒരുപക്ഷെ ചെയ്തത് തെറ്റായിപ്പോയി എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കില്ലേ? ആദ്യത്തെ പറയാം, കീഴ്ക്കോടതിയുടെ എത്രയോ വിധികൾ മേൽക്കോടതികൾ തള്ളിയിട്ടുണ്ട്. കീഴ്ക്കോടതി പറഞ്ഞതെല്ലാം എത്രയോ കോടതികൾ അംഗീകരിച്ചിട്ടുമുണ്ട്. ഇവിടിപ്പോൾ ഇതൊരു രാജ്യത്തൊരു വലിയ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടെന്നുള്ളൊരു തോന്നൽ വരുന്നിടത്താണ്. ഇത് നിസ്സാര ഒരു ഇഷ്യൂ ആയിരുന്നില്ല ഈ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ മലയാളികളുടെ ഇടയിൽ ഉണ്ടാക്കിയത്. അപ്പോൾ തീർച്ചയായിട്ടും കോടതികളിൽ പോയാൽ പോലും ഇത് തന്നെ ഈ ഒരു ചിലപ്പോൾ ഒരു സ്റ്റേ കൊടുത്താൽ പാവം ഒരു നിർമ്മാതാവ് അവിടെ ഉണ്ട്. അപ്പോൾ ഇവരത് പർപ്പസ്ഫുള്ളി ഇവർക്കിപ്പോൾ മനസ്സിലായി കൈവിട്ട് പോയി. അപ്പോൾ അതുകൊണ്ട് അവർ സീൻസ് കട്ട് ചെയ്യേണ്ടി വരികയാണ്. ഇല്ലെങ്കിൽ ഇത് നോർത്തിലോട്ടൊന്നും കളിക്കില്ല എന്ന് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞൊരു പടമാണ്. ഇത് കോടികൾ മുടക്കിയ പടം, എല്ലായിടത്തും ഓടണം. അപ്പോൾ അങ്ങനെ ഓടണമെങ്കിൽ ഇത് കട്ട് ചെയ്താലൊക്കെ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ടാണ് അവർ കട്ട് ചെയ്യുന്നത്. അപ്പം തീർച്ചയായിട്ടും തിങ്കളാഴ്ച മുതൽ വരുന്ന പടമല്ല നമ്മൾ. അപ്പോൾ അതോടുകൂടി ഇഷ്യൂ മാറും. പക്ഷേ ഇത് എന്തുകൊണ്ട് ഇവരൊക്കെ ഇതുവരെ മൗനം പാലിക്കുന്നു എന്ന് ചോദിച്ചാൽ, എന്നായാലും ഇവർക്ക് ഇതിനൊരു മറുപടി പറഞ്ഞേ പറ്റുള്ളൂ. ഇന്നും നാളെയും പറയണമെന്നൊന്നുമില്ല, തിങ്കളാഴ്ച കഴിയട്ടെ. ചിലപ്പം അവരെല്ലാം മൗനിമാരൊന്നും അല്ല കേട്ടോ, എല്ലാവരും അത്യാവശ്യം സംസാരിക്കാനും എല്ലാം ഉള്ളവരാണ്. എനിക്ക് തോന്നുന്നു ഇവരെല്ലാം സംസാരിക്കും. തെറ്റുപറ്റിയെന്ന് ഏറ്റു പറയണമെന്നൊന്നും ഇല്ലായിരിക്കാം, പക്ഷേ സംസാരിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. സംസാരിക്കണമല്ലോ, അതാണല്ലോ വേണ്ടത്. അത് തീർച്ചയായിട്ടും നിങ്ങൾ നോക്കാം. അതോ ഇതൊക്കെ പ്രതീക്ഷിച്ച് എന്തായാലും ഒരു ഇടപെടൽ ഉണ്ടാകും, സെൻസർ ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ഇടപെടൽ ഉണ്ടാകും. ഇത് പോകുന്നത് വരെ പോകട്ടെ, ഓടുന്നത് വരെ ഓടട്ടെ എന്ന് വിചാരിച്ച് അനങ്ങാതിരുന്നതായിരിക്കുമോ? അതിനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റുമോ? അല്ലല്ല, ഇതിപ്പം ജനം റിയാക്ട് ചെയ്തില്ലായിരുന്നെങ്കിൽ ഈ പടം ഇങ്ങനെ തന്നെ അങ്ങ് പോകുമായിരുന്നു. ഇത് രാഷ്ട്രീയക്കാരല്ല. നോക്കൂ, എല്ലാവരും ഈ പറഞ്ഞ പോലെ സംഘപരിവാറാണ്, അല്ലെങ്കിൽ BJP ആണ്, അല്ലെങ്കിൽ കുറേ സാജൻസ്കറി അദ്ദേഹമൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഒരുപാട് ക്രിസ്ത്യൻസിനെ പോലും ഇത് വേദനിപ്പിച്ചു എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ചാനലിൽ ഞാൻ പടം കണ്ടിട്ടില്ല, അതുകൊണ്ട് പറയുകയാണ്. അപ്പോൾ ഇതൊരു ജനവികാരമായിരുന്നു ഇതിനകത്തുള്ളത്. ഇത് തെറ്റാണെന്ന് പറയുന്ന എത്രയോ മറ്റു മതസ്ഥരും ഇല്ലേ? ഇങ്ങനെ ആവരുത്, കാരണം അത് നമ്മുടെ നാട്ടിൽ അരാജകത്വം ഉണ്ടാക്കും, അതുകൊണ്ട് ഇങ്ങനെയൊന്നുള്ള സിനിമ വേണ്ടെന്ന് പറയുന്ന എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, ഇപ്പം മോഹൻലാലിനെ ഒരുപാട് സ്നേഹിക്കുന്നവരാരെന്ന് ആലോചിച്ച് നോക്കുമ്പോൾ തന്നെ ഇതിനകത്തുള്ള രാഷ്ട്രീയം നമുക്ക് മനസ്സിലാവും, ഇല്ലേ? അപ്പോൾ ഇത് എന്താ പറയേണ്ടത്, ഇത് ശരിക്കും പറഞ്ഞാൽ ഇത്രയും അവരും പ്രതീക്ഷിച്ചില്ല. ഈവൻ സിനിമയിലുള്ള ഞങ്ങളെന്നല്ല, പ്രേക്ഷകനും പ്രതീക്ഷിച്ചില്ല ഇത് ഇത്രയും വലിയൊരു ചർച്ചയാവുമെന്നും. അതിൽ ചാനലുകൾക്കെല്ലാം നല്ലൊരു പങ്കുണ്ട് തീർച്ചയായിട്ടും. ഇതൊക്കെ ജനങ്ങളിലെത്തണം. ഇപ്പോൾ ഗോദ്ര സംഭവം ജനങ്ങൾ മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. നമ്മുടെ നാട്ടിലെ പുതിയ തലമുറ ഇതൊന്നും അറിയാതെ ടിക്ടോക്കും മറ്റും കണ്ടുകൊണ്ടിരുന്നവർ മുഴുവൻ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിലെന്നുള്ള മുഴുവൻ അറിഞ്ഞു കഴിഞ്ഞു. അത് ഭയങ്കര ഗുണം ചെയ്തു എന്ന് നേരത്തെ ഡോക്ടർ ആരിഫ് പറഞ്ഞത് കറക്റ്റാണ്. ഇതിനകത്തെല്ലാം നമ്മൾ നോക്കേണ്ടതെന്നറിയാമോ, ഇത് തീർച്ചയായിട്ടും ഇൻഡസ്ട്രിയെ ബാധിക്കരുതെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു. ഞാൻ വീണ്ടും പറയണത്, ഈ പടം ഓടണം. കാരണം ഒരാളുടെ ജീവിതമല്ല. ഇപ്പം നമ്മളൊരു പൃഥ്വിരാജിനെ പറയുന്നു, ഒരു മോഹൻലാലിനെ പറയുന്നു, ഒരു ഗോപാലിനെ പറയുന്നു, ഒരു ആൻ്റണിയെ പറയുന്നു. അല്ല, നൂറുകണക്കിന് പേര് ഇതിൻ്റെ പിന്നിൽ ജോലി ചെയ്തവരുണ്ട്, അല്ലേ? ഇവർ വീണ്ടും അടുത്ത പടങ്ങൾ എടുക്കുമ്പോൾ അവർക്കൊക്കെ ജോലി കിട്ടണം. ഇതൊരു ഇൻഡസ്ട്രിയാണ്. ഇൻഡസ്ട്രിയിൽ നഷ്ടങ്ങൾ ആർക്കും ഉണ്ടാവരുതെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും തിങ്കളാഴ്ച കഴിഞ്ഞിട്ട് ഞാനും പടം ഒന്ന് കാണണം എന്ന് വിചാരിക്കുന്നു. ഞാൻ ഇതുവരെ കണ്ടില്ല. അടക്കം ഉല്ലാസ് ബാബു, പടം ഓടണം. പടം ഓടുന്നതിനോട് ആർക്കും എതിർപ്പൊന്നുമില്ല. പടം ഓടണം, അല്ലേ? കാരണം കോടികൾ ചെലവഴിച്ച് നിർമ്മിച്ച ഒരു പടമാണ്. മാത്രമല്ല നമ്മളൊക്കെ ആരാധിക്കുന്ന നടന്മാർ അഭിനയിച്ചാടിയ പടമാണ്. അതൊക്കെ ഓടട്ടെ. പക്ഷേ അതിൻ്റെ കണ്ടൻറ്, അതിൻ്റെ സബ്ജക്റ്റ്, ആ പടം നൽകുന്ന മെസ്സേജ് അത് ദേശവിരുദ്ധമാണെങ്കിൽ അത് ഓടട്ടെ എന്ന് അങ്ങനെ പറയാൻ പറ്റുമോ? അതിൽ കുറച്ച് സമയം അനുവദിക്കുമെന്ന് വിശ്വസിക്കുന്നു. ബഹുമാനായിട്ടുള്ള ശ്രീ ബിനു ഗിരിയത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അങ്ങനെ പറയാൻ സാധിക്കുമല്ലോ. കാരണം അദ്ദേഹം ആ ഇൻഡസ്ട്രിയിലുള്ള ആളാണ്. സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് അതേ പറയാൻ സാധിക്കുള്ളൂ. വിരോധമുള്ള കാര്യമല്ല, അദ്ദേഹത്തിന് അങ്ങനെ പറയട്ടെ. പക്ഷെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പം ഞാൻ എൻ്റെ പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യം പറയാം. BJPയുടെ നിലപാട് എന്ന് പറയപ്പെടുന്നത് വളരെ കൃത്യമാണ്.
ഒരു ബഹുമാനായ ശ്രീ വിനു കിരിയത്ത് പറഞ്ഞ പോലെ തന്നെ മലയാള സിനിമയിൽ കയറി ഇടപെടുകയോ മലയാള സിനിമയിലെ എങ്ങനെ ആവണം അല്ലെങ്കിൽ ഏതൊക്കെ തീരുമാനിക്കണം എന്നുള്ളത് തീരുമാനിക്കാനൊന്നും BJP സംബന്ധിച്ച് തയ്യാറില്ല. കാരണം BJPക്ക് 100 കാര്യങ്ങളും അതേപോലെ തന്നെ വികസനവും നാടിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ വിമർശിക്കുന്നവരുടെ ഭാഗമൊന്ന് ചിന്തിച്ച് നോക്കിയാൽ BJPയെ ഇതിലേക്ക് വലിച്ചഴയ്ക്കുകയും സംഘപരിവാർ ശക്തികളെ ഇതിനകത്തേക്ക് കൊണ്ടുവരികയും ചെയ്ത ഒരു രാഷ്ട്രീയത്തെ നമ്മൾ മറക്കരുത്. അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച ക്രിമിനൽ തലച്ചോറിനെയും നമ്മൾ മറക്കരുത്. എന്താണ് അതിൻ്റെ കാരണം? നമുക്ക് ഈ സിനിമ ഇപ്പോൾ ഉണ്ടാക്കുന്ന ശൈലി എന്താണ്? നമ്മൾ കണക്കിൽ പണ്ട് പഠിച്ചിട്ടില്ലേ, മൈനസും പ്ലസ് എന്ന് പറയപ്പെടുന്നത്. ഇത് ഓൾറെഡി മരിച്ച സിനിമയാണെന്ന്. കാരണം ഇതിനകത്ത് യാതൊരു കണ്ടൻറ്റും ഉണ്ടായിരുന്നില്ല. ഈ സിനിമ വിജയിക്കാനുള്ള സാധനവും അതിനകത്തുണ്ടായിരുന്നില്ല. ഇത് ഒരാഴ്ച സിനിമയായിരുന്നു. ഒരാഴ്ച സിനിമയാകുമെന്ന് അറിയുമ്പോൾ തന്നെയാണ് ഇതിൻ്റെ പുറകിലുള്ള പ്രവർത്തകർ ഈ കാര്യങ്ങളൊക്കെ അതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ICUയിൽ കിടക്കുന്ന പേഷ്യൻറ്റിന് വെന്റിലേറ്റർ കൊടുത്ത പോലെ ഒരാഴ്ച കൂടി നീട്ടിക്കിട്ടിരിക്കുന്ന വിവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ എന്ന് മാത്രമാണ് ഇതിനകത്ത് പറയാനുള്ളത്. ഇതിൻ്റെ തുടക്കം എന്താണ്? ഇതിന് നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. ഈ സിനിമ ഇത്ര വലിയ സംഭവമായിരുന്നു ഒരു കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഇതിൻ്റെ തുടക്കത്തിൽ അല്ലെന്ന് കേരളത്തിലെ ജനങ്ങൾ ഇത് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവർ ഈ പാൻ ഇന്ത്യ ഗീൻ ഇന്ത്യ എന്നൊക്കെ പറയുമെങ്കിലും ഒന്നും സംഭവിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒരു പാൻ ഇന്ത്യ സിനിമയായിരുന്നില്ല. ഇത് കടിക്കാതെ വന്നപ്പോഴാണ് ഒരു വാർത്ത പെട്ടെന്ന് പ്രതലത്തിലുണ്ടാകുന്നത്. എന്താണ്? ലൈക്ക പിന്മാറുന്നു, ഗോകുലം ഗോപാലൻ ഏറ്റെടുക്കുന്നു. ഗോകുലം ഗോപാലൻ ഇന്നലെയും തുടങ്ങിയതാണോ സിനിമ ഏറ്റെടുക്കൽ? എത്ര സിനിമ? അങ്ങനെയാണെങ്കിൽ രാജു മല്യത്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഐഡന്റിറ്റി ഗോകുലം ഗോപാലൻ ഏറ്റെടുത്തതല്ലേ? ആരെങ്കിലും അറിഞ്ഞോ? രാജു മല്യത്തിൻ്റെ കാശും പോയില്ലേ? ഗോകുലം ഗോപാലിൻ്റെ കാശും പോയില്ലേ? അതാരും അറിഞ്ഞില്ല. അപ്പോൾ വാർത്തയായില്ലല്ലോ ഇത്. മഞ്ഞുമൽ ബോയ്സ് അടക്കമുള്ള എത്ര സിനിമ ഗോകുലം ഗോപാലൻ ഏറ്റെടുത്തിട്ടുണ്ട്. ഗോകുലം ഗോപാലൻ രക്ഷകനായി വരുന്നു. എന്തോരം വലിയ കാര്യമായിട്ടാണ് ഇവർ വാർത്താ ചാനലുകൾ കൊണ്ടുവന്നത്. ആ ഗോകുലം ഗോപാലൻ്റെ ഏറ്റെടുത്ത ഒരു ചടങ്ങിനെ കൃത്യമായിട്ട് മാർക്കറ്റിംഗ് തന്ത്രം ഉപയോഗിച്ച് അതിനെ കയറ്റി വെച്ച് അതിനകത്തൊരു ടീസർ ഉണ്ടാക്കി ആ ടീസർ പുറത്തുവിട്ട് എന്തെല്ലാം അഭ്യാസങ്ങൾ കളിച്ചിട്ടാണ് ഈ വണ്ടി കയറ്റി റെയിലുമ വെച്ചത്. അതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. ഇപ്പോൾ എന്നെ സംബന്ധിച്ച് അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി പഠിക്കുക എന്നുള്ളതാണ്. എന്താണ് ബുക്ക് മൈ ഷോയിൽ ഇവർ നടത്തിയ തട്ടിപ്പ്? ഈ ബുക്ക് മൈ ഷോയിൽ ഇവർ നടത്തിയ തട്ടിപ്പ് 5 ദിവസത്തേക്ക് ടിക്കറ്റ് കിട്ടാനില്ല. എല്ലാം ബൾക്ക് ബുക്കിംഗ് ആയിട്ട് ഇവർ ടിക്കറ്റ് എടുക്കണം. കുറേ തിയേറ്ററുകാർ അതിൻ്റെ പുറകെ എല്ലാ ടിക്കറ്റും ചിലവായി പോകുന്നു. എല്ലാം ബുക്ക് മൈ ഷോയിൽ എടുക്കുന്നു. ബുക്ക് മൈ ഷോ ഫുള്ള് ആളുകൾ തപ്പുന്ന സമയത്ത് ഹെവി തിരക്ക്. ഈ തിരക്ക് ക്രിയേറ്റ് ചെയ്യുന്നത് ഇതേ പ്രൊഡ്യൂസർമാർ തന്നെയാണ്. ഇതിൻ്റെ 3/4 ഭാഗം അല്ലെങ്കിൽ അരഭാഗം ടിക്കറ്റ് എടുക്കുന്നത് ഇവർ തന്നെയാണ്. പകുതി 50% അപ്പം എന്തായാലും അവർക്ക് 10-65% ഇവർക്ക് എന്തായാലും തിരിച്ചു വരുമല്ലോ. അപ്പം അത് പറ്റൂലെന്ന്. ആ ടിക്കറ്റ് ബൾക്കായിട്ട് എടുത്തിട്ട് വലിയൊരു ഹൈപ്പ് ക്രിയേറ്റ് ചെയ്യലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൻ്റെ ഒരു 60 to 70 ആയിരിക്കാം മാക്സിമം ഇതിൽ, അല്ലെങ്കിൽ സാധാരണ 60-40. ആ 60% ഇവർക്ക് കിട്ടുമല്ലോ. അപ്പോൾ 40% മാർക്കറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇവർ ഉപയോഗിച്ച് ഇതിനെ അങ്ങ് ഉയർത്തി വലുതാക്കി കൊണ്ടുവന്നു. പക്ഷേ അതിനുള്ള സാധനം അതിനകത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സിനിമയുടെ BJPയെ സംബന്ധിച്ച് ഒരു സിനിമ എന്ന് പറയപ്പെടുന്നത് സിനിമയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനും ഇതിനൊന്നും BJP ചോദ്യം ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാം. BJPക്കും അതിനകത്ത് പ്രത്യേകിച്ച് യാതൊരുവിധ രാഷ്ട്രീയ ഇടപെടലുകളുമില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, പ്രേക്ഷകർ എന്ന രീതിയിൽ അതിന് BJPക്കാരുണ്ടാവും, പലതരം രാഷ്ട്രീയക്കാരുണ്ടാവും, പലതരം ജാതി മത വർഗ വർണ്ണ വിവേചനങ്ങളില്ലാത്ത പൊതുസമൂഹത്തെ ഒന്നായി കാണുന്ന നിരവധി ഇതിനെ അംഗീകരിക്കുന്ന ആളുകളുണ്ടാവും. അവർ ഈ സിനിമ കണ്ട് അഭിപ്രായം പറയുമ്പോൾ അവരുടെ അഭിപ്രായം പറയാൻ പാടില്ല എന്നും അവർക്കൊരു പട്ടം ചാർത്തി കൊടുക്കുന്ന ഒരു ശൈലി ഉണ്ടാകുന്നതിന് നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല. എന്താണ് അവർക്ക് അഭിപ്രായം പറയാൻ കുഴപ്പം? ഇവിടെ കേരള സ്റ്റോറി ഉണ്ടായിട്ടുണ്ടായിരുന്നില്ലേ? ഈ കേരള സ്റ്റോറിയെ കുറിച്ച് ഇവിടുത്തെ മാധ്യമങ്ങൾ ഇതിലെ ഏറ്റവും വലിയ ശവന്തീനികളായി മാറുന്നത് ചില മാധ്യമ പ്രവർത്തകരാണ്. നമ്മൾക്കത് പറയുന്നതിൽ, ആ ഭാഷ പറയുന്നതിൽ വിഷമം വിചാരിക്കരുത്. കാരണം എന്താണ് അവർ ചെയ്യുന്നത്? അവർ ഈ സിനിമ ഇറങ്ങുന്നതിനേക്കാൾ മുൻപ് ഇതിന് വലിയൊരു സാധനം ഉണ്ടാക്കി കൊടുത്തു. അത് അവരുടെ തന്ത്രപരമായിട്ടുള്ള പരസ്യ ലാഭം തന്നെയായിരുന്നു. ആ തന്ത്രപരമായ പരസ്യ ലാഭം എടുത്ത് കേരള സ്റ്റോറിയെ കുറിച്ച് നെഗറ്റീവ് എടുത്ത് അതിൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം തെറ്റാണെന്നും പറഞ്ഞ് അത് ജനത്തിനകത്ത് 2ആക്കിയും 4ആക്കിയും 8ആക്കിയും വിഭജിക്കും എന്ന് പറയപ്പെടുന്ന ഇതേ മാധ്യമങ്ങൾ തന്നെ ഈ വിഷയത്തെ കാണാതെ പോയി എന്ന രീതിയിൽ അഭിനയിച്ചു. അവർ അങ്ങോട്ട് ആടി തിമിർത്തു. ഒരു മാധ്യമ പ്രവർത്തകൻ 6-7 മണി നേരത്തെ 6:30 തുടങ്ങിയ ഷോ കഴിയുന്ന നേരത്ത് ഒരു പ്രമുഖ മാധ്യമ പ്രവർത്തകൻ്റെ മൈക്കും പിടിച്ച് പോയൊരു റിപ്പോർട്ടർ ചോദിക്കുകയാണ്. അവരുടെ തന്നെ ഓഫീസിലുള്ള ഒരു പെൺകുട്ടി ആ സിനിമ കഴിഞ്ഞിറങ്ങുമ്പോൾ ആ പെൺകുട്ടി അതിൻ്റെ കമൻറ്റ് പറഞ്ഞു തുടങ്ങുക. എന്താ പറഞ്ഞു തുടങ്ങുന്നത്? ഫസ്റ്റ് ഹാഫ് കുറച്ച് അത് ശരിയായോ അത് ലാഗ് ചെയ്തോ എന്ന് പറയുമ്പോൾ, അല്ല കുറ്റമൊന്നും പറയണ്ട, ഒരു വലിയ ഇൻഡസ്ട്രിയെ തകർക്കുന്ന പ്രവർത്തനം വേണ്ട എന്ന് ഓൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുകയാണ്, ഇത് പറയണ്ട എന്നുള്ളത്. അപ്പോൾ ഇതിന് പിന്നിൽ തന്ത്രം കൃത്യമാണ്.
ഇതിൻ്റെ പിന്നിലെ തന്ത്രം കൃത്യമാണ്, ഇതിൻ്റെ പിന്നിലെ തലച്ചോർ പ്രവർത്തിക്കുന്ന ശൈലി കൃത്യമാണ്. നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഒരു സിനിമ, അത് ഏത് സിനിമയും ആയിക്കോട്ടെ, അത് രാഷ്ട്രീയപരമായിട്ട് വിമർശിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട്. ആ രാഷ്ട്രീയപരമായിട്ട് കാണണോ കാണണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഇങ്ങനെ ഒരു പ്രവൃത്തി കൊണ്ടുവരുന്ന സമയത്ത് ആ പ്രവൃത്തിയെ വിമർശിക്കാനുള്ള പരിപൂർണമായിട്ടുള്ള അവകാശം ഈ കേരളത്തിലെ മണ്ണിലെ ജനങ്ങൾക്കുണ്ട്. അതൊന്നും നമ്മൾ ഇവർക്കൊന്നും തീറെഴുതി കൊടുത്തിട്ടുള്ളതൊന്നല്ല. പിന്നെ ഈ സിനിമയുടെ പുറകിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെയാണ് നമ്മൾ ആദ്യം ഇതിനകത്ത് ചർച്ച ചെയ്യേണ്ടത്. ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചന ചർച്ച ചെയ്യണം. ഈ സിനിമ സംവിധാനം ചെയ്യുന്ന വ്യക്തിക്ക് അറിയില്ലായിരുന്നോ ഈ സിനിമ വിവാദം ഉണ്ടാകുന്നു? ഓനറിയാം, ഓനാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കള്ളൻ. അയാളുടെ കള്ള ബുദ്ധിയാണ് എന്ന് പറഞ്ഞാൽ നാടിനെ തമ്മി തല്ലിച്ച്, നാടിനകത്ത് വിഷം കുത്തിവിട്ട് ഇവിടെ തമ്മി തല്ലിച്ച് ഒരു വിഭാഗത്തിന്റെ പോക്കറ്റിലെ പണം തന്റെ കുടുംബത്തേക്ക് വരണമെന്നുള്ള ഓന്റെ കള്ള ബുദ്ധിയുടെ അടിസ്ഥാനത്തിലാണ് ഈ പ്രവൃത്തി. നടക്കുമ്പോ കാരണം എന്താ അറിയോ, ഉദ്ദേശിച്ചോ ആ പ്രവൃത്തി നടന്നു എന്നുള്ളതാണ്. അയാൾ എന്തുദ്ദേശിച്ചോ അയാൾ എന്തുദ്ദേശിച്ചോ ആ ഉദ്ദേശം ഈ സമൂഹത്തിൽ നടപ്പിലാക്കിയതിൻ്റെ എന്ന് പറഞ്ഞാൽ തമ്മിത്തല്ലിച്ചതിൻ്റെ സന്തോഷത്തിൽ പുത്തൻ പച്ച നോട്ടുകൾക്ക് വേണ്ടി എന്ത് വൃത്തികേടുകളും ചെയ്യാം എന്ന് പറയപ്പെടുന്ന നിലപാടാണ് ചെയ്തത്. നോക്കൂ, അദ്ദേഹം ഒരു സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് വീരവാദ ഡയലോഗ് ഉണ്ടായിരുന്നില്ല. ജനഗണമന എന്ന് പറഞ്ഞ സിനിമയിലാണ് എന്തായാലും പറഞ്ഞത്, ഇന്ത്യ ആരുടെയും തന്തയുടെ വകയല്ല എന്ന് സിനിമയിൽ ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ട്രെയിലറിൽ കയറ്റി വിട്ടിട്ട് ഈ കേരളത്തിലെ ആളുകളുടെ അടുത്ത് ഈ പ്രവൃത്തി കാണിച്ചൊരു വ്യക്തി, ആ വ്യക്തി ഈ പ്രശ്നം അല്ലെങ്കിൽ ഈ വിഷയം ഇതിനകത്ത് നാടിനോട് ദോഷം ചെയ്യുന്നൊരു പ്രവൃത്തി ഇതിനകത്ത് ആഡ് ചെയ്യുമ്പോൾ അവന് ബുദ്ധിയില്ല എന്ന് നമുക്കൊരിക്കലും പറയാൻ സാധിക്കില്ല. അപ്പൊ ഈ പ്രവൃത്തി മനഃപൂർവ്വം ഇന്റൻഷൻലി ഇതിനകത്ത് ആഡ് ചെയ്ത് ഈ സമൂഹത്തിൽ അരക്ഷിതാവസ്ഥ ഉണ്ടാക്കുകയും ജനാധിപത്യത്തിന് ദോഷമുണ്ടാക്കുകയും മതേതരത്തെ തകർക്കുകയും ഈ നാടിന്റെ സംസ്കാരത്തെയും ഈ നാടിന്റെ നൈതികതയെയും ഈ നാടിന്റെ ഹാർമണിയെയും തകർക്കുന്ന രീതിയിലേക്ക് ഈ കണ്ടന്റ് കയറ്റി വിടുന്ന സമയത്ത് കേരളത്തിലെ സിനിമയെ ഇഷ്ടപ്പെടുകയും സിനിമയെ അംഗീകരിക്കുകയും സിനിമയെ എന്റർടൈൻമെന്റായി ചെയ്യുന്ന സാംസ്കാരിക കേരളം ഓനോട് ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും കേരളം നിന്റെ തന്തയുടെ വകയല്ല എന്ന്. അത് സ്വാഭാവികമല്ലേ, പ്രേക്ഷകന്റെ പ്രതികരണമല്ലേ. ഇന്ത്യയിലേക്കൊന്നും പോകേണ്ടത്, ഈ കേരളത്തിലെ ജനങ്ങൾ കേരളത്തിൽ കൃത്യമായിട്ട് മറുപടി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇവർ എന്തിനാ കട്ട് ചെയ്യണത്? എന്തിനാണ് വോളണ്ടറി മോഡിഫിക്കേഷൻ എന്നാണല്ലോ ഇവരിപ്പോൾ പറയുന്നത്. പ്രൊഡ്യൂസർ പറയുന്നു അയ്യോ ജനങ്ങളൊക്കെ കണ്ടാകെ പ്രശ്നമായി, വോളണ്ടറി മോഡിഫിക്കേഷന് തയ്യാറാകണം. സെൻസർ ബോർഡിൽ അവൻ കുത്തിയിരിക്കുന്നു, പോയിട്ട് മുടക്കുള്ള ദിവസമാണെങ്കിലും അവൻ കുത്തിയിരിക്കുന്നു. എങ്ങനെയെങ്കിലും ഇത് കട്ട് ചെയ്യണം, 17 കഷ്ണം കട്ടണം, അതിനകത്ത് പേര് മാറ്റണം. ഈ പറഞ്ഞ വൃത്തികെട്ടവൻ അറിയണ്ടായിരുന്നില്ലേ ഈ തെമ്മാടിത്തരങ്ങൾ ഇതിനകത്ത് കുത്തിക്കയറ്റുന്ന സമയത്ത് കേരളത്തിലെ സാധാരണക്കാരായിട്ടുള്ള പ്രേക്ഷകർ എന്ന് പറയപ്പെടുന്ന വിഭാഗം ഇത് കാണുന്ന സമയത്ത് അപ്പുറത്തെയും ഇപ്പുറത്തെയും ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലുന്ന ഒരു പ്രവർത്തന രീതി ഉണ്ടാകും. ഈ നാടിന്റെ അകത്ത് ഏറ്റവും വലിയ നൈതികത നഷ്ടപ്പെടും. ഈ നാടിന്റെ സമാധാന അന്തരീക്ഷത്തെ തകർക്കുന്ന ഒരു സാധനമാണ് ഞാൻ പടച്ചുവിടുന്നതെന്ന് മനസ്സിലാക്കാൻ സംവിധായകൻ ഉണ്ടായിരുന്നില്ല. ഇതിന്റെ പുറകിൽ ഒരുത്തൻ ഒളിച്ചിരിക്കുന്നുണ്ടല്ലോ, ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ, ഓന ബോധം ഉണ്ടായിരുന്നില്ല. ഇതിന് കാശ് മുടക്കിയവൻ, ആന്റണി പെരുമാറിനെ ഞാൻ കുറ്റം പറയില്ല, ഓരോരു പൂട്ടും പിണ്ണാക്കിനെ കുറിച്ച് ബോധമില്ല, പൈസ 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 എന്നല്ലാതെ. അപ്പൊ അതുകൊണ്ട് അയാൾ വേണമെങ്കിൽ അത് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ മറ്റു വ്യക്തികൾ ഓന്റെ തലച്ചോറിൽ ചിന്തിച്ചിട്ടുള്ള ക്രിമിനൽ ചിന്താഗതിയുടെ പുറകിൽ പ്രവർത്തിച്ച വിഘടന ശക്തികൾ ആരാണ് എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. നമ്മൾ ലഹരിയെ കുറിച്ച് ചർച്ച ചെയ്യുന്നു ശ്രീ അനിൽ നമ്പ്യാർ. ആ ലഹരിയേക്കാൾ വലിയ വിപത്താണ് ഇതേപോലെയുള്ള വ്യക്തികൾ പടച്ചുവിടുന്ന ഇതേപോലെയുള്ള ഈ പരിപാടി എന്ന് പറയപ്പെടുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യം എന്ന് പറയുന്ന തട്ടിപ്പും മുന്നിൽ വെച്ചുകൊണ്ട് എന്ത് വൃത്തികേടുകളും പൊതുസമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയാമെന്ന് പറഞ്ഞാൽ, ഈ നാടിനെതിരെ പ്രവർത്തിക്കാമെന്ന് പറഞ്ഞാൽ, ഈ നാടിനെതിരെ പ്രവർത്തിക്കുന്ന ശൈലി ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ, അതിലൂടെ ഒരു സമൂഹത്തെ തെറ്റായ വഴിയിലേക്ക് നയിക്കാമെന്ന് പറഞ്ഞാൽ, അതിലൂടെ ഒരു സമൂഹത്തിലെ ആളുകൾ പരസ്പരം തമ്മിൽ തള്ളിക്കോട്ടെ എന്ന് പറഞ്ഞാൽ അത് സഹിക്കാൻ ഇവിടുത്തെ പ്രേക്ഷകൻ തയ്യാറാകില്ല. സിനിമയെ ഇഷ്ടപ്പെടുന്നവൻ തയ്യാറാകില്ല. സിനിമ എന്ന് പറയപ്പെടുന്ന എന്റർടൈൻമെന്റിനെ കാണുകയും ആസ്വദിക്കുകയും ചെയ്യുന്ന വ്യക്തി അത് കണ്ടുമ്പോഴും ആസ്വദിക്കുമ്പോഴും അതിനകത്ത് പരസ്പര വിരുദ്ധം അല്ലെങ്കിൽ പരസ്പര വിദ്വേഷം ഉണ്ടാക്കുന്ന ഒരു സാധനമാണെന്ന് കരുതിയാൽ പ്രേക്ഷകൻ പ്രതികരിക്കും. അതിനെ ഇയാൾ മാർക്കറ്റ് ചെയ്യുക, അതിന് മാർക്കറ്റ് ചെയ്യുക. എങ്ങനെ മാർക്കറ്റ് ചെയ്യുന്നത്? സംഘപരിവാർ ആളുകൾ ഇതിനെ എതിർക്കുന്നു. സംഘപരിവാർ ആളുകളല്ല, മലയാള സിനിമയുടെ കൃത്യമായിട്ട് ആഗ്രഹിക്കുന്ന പ്രേക്ഷകൻ, നല്ല സിനിമയെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകൻ, അത് സംഘപരിവാറാകാം, അത് മറ്റുള്ള രാഷ്ട്രീയക്കാരാകാം, അവർ അതിനെ എതിർക്കാനുള്ള അവകാശം അവർക്കില്ലേ? അപ്പൊ അതിനെ മാർക്കറ്റ് ചെയ്ത സിമ്പതി ഉണ്ടാക്കാൻ ശ്രമിച്ച് ഒരു വിഭാഗത്തിന്റെ പണം ഇപ്പൊ റംസാൻ വരെ ഓടില്ലേ ഈ വണ്ടി എന്ന് കണ്ടപ്പോ ഈ വിവാദത്തെ വരെ കൃത്യമാക്കി റംസാൻ വരെ വലിച്ചു നീട്ടി ഒരാഴ്ച കൂടി ഈ സംഭവത്തെ ഓടിക്കാൻ ശ്രമിക്കുന്ന ഈ സിനിമ എന്ന് പറയപ്പെടുന്നത് ആഗോളമാണ്. ഇതിനെ എനിക്ക് വിനു കിരിയത്തിനോട് അക്കാര്യത്തിൽ ഒരു വിരോധമുണ്ട്. ഇതൊരു ആഗോളം അല്ലേ സാറേ, അങ്ങ് ഇത് സിനിമ കണ്ടിട്ടുള്ളത്? എന്ത് ആഗോളമാണുള്ളത്? അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ സംവിധാനങ്ങൾ ഉണ്ടാക്കി ആ ശൈലി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ടൊവിനോ തോമസ് എന്ന് പറയപ്പെടുന്ന നടനുണ്ടല്ലോ ഇതിനകത്ത്, ഓനൊരു രാഷ്ട്രീയക്കാരൻ,
എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏതോ ഇടതുപക്ഷത്തിൻ്റെ ആണെന്ന് തോന്നുന്നു. ഒരു രാഷ്ട്രീയക്കാരൻ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇദ്ദേഹത്തെ കുറിച്ച് പറയുക, എന്തോ ഒരു കാര്യം ഉണ്ടായി രാഷ്ട്രീയക്കാരൻ, അപ്പൊ രാഷ്ട്രീയത്തിൽ എൻ്റെ പേര് ഉപയോഗിക്കരുത് എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദമോ എൻ്റെ ഫേസ്ബുക്കിൽ തിരിച്ച് കലക്കി. ഈ വ്യക്തിക്ക് ഈ സമൂഹത്തിനോട് എന്താ പ്രതിബദ്ധത ഉണ്ടായിരുന്നില്ലേ? ഈ സമൂഹത്തിനോട് ലഹരിക്കെതിരെയൊക്കെ വലിയ പ്രസംഗം കളിക്കാനായിട്ട് സ്കൂളുകളിലേക്ക് പോകുന്ന വ്യക്തിയല്ലേ? അങ്ങനെയാണെങ്കിൽ അതിനേക്കാൾ വലിയ വൃത്തികേട് പകടച്ചുവിടുന്ന സംവിധാനത്തിന്റെ കൂടെ നിന്ന് ഈ സമൂഹത്തെ തെറ്റായ വഴിയിലേക്ക് നയിക്കുമ്പോൾ ഓൻ അറിയുമായിരുന്നില്ല ഇത് ദോഷമാണ് എന്ന്? ഓൻ അറിയുമായിരുന്നില്ല ഇത് പ്രയാസമുണ്ടാക്കുമെന്ന്? ഓൻ അറിയുമായിരുന്നില്ല ഇത് സമൂഹത്തെ തമ്മിൽ തല്ലിക്കുമെന്ന്? അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ തലച്ചോറുകളെ, ക്രിമിനൽ തലച്ചോറുകളെ നയിക്കുന്ന വിഘടന ശക്തികൾ, ഇവരുടെ സ്രോതസ്സുകൾ, ഇവരിലേക്ക് വരുന്ന ഫണ്ടുകൾ, അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അവിടെയാണ് ഇതിനെ ശ്രദ്ധിക്കേണ്ടത്. സിനിമ എന്ന് പറയപ്പെടുന്നത് സിനിമയായി കാണുക എന്ന് പറയുന്ന ശൈലി, അത് കറക്റ്റ്, ഞങ്ങളുടെ രാഷ്ട്രീയ ലൈൻ അതാണ്. അവർ സിനിമയായി കണ്ടോട്ടെ. പക്ഷേ ആ സിനിമയായി കാണുന്ന വ്യക്തികൾ പറയുന്ന അഭിപ്രായങ്ങളെ അസഹിഷ്ണുതാവാദികൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ അഭിപ്രായം കൃത്യമായി പറയും. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇന്ത്യയെക്കുറിച്ച് നിന്റെ തന്തയുടെ വകയല്ല എന്ന് പറഞ്ഞ അതേ നടനോട് പറയാനുള്ളത് കേരളവും നിന്റെ തന്തയുടെ വകയല്ല എന്ന് കൃത്യമായി തന്നെ പറയുന്നത് പ്രേക്ഷകരാണ്, രാഷ്ട്രീയക്കാരല്ല. അതുകൊണ്ട് അതിലിങ്ങനെ വിഷമം വിചാരിച്ചിട്ട് കാര്യമില്ല. കൃത്യമായിട്ട് അത് വ്യക്തമായിട്ടും വെട്ടി കഷ്ണം വെക്കാക്കി കാര്യങ്ങൾ വെടുപ്പും വൃത്തിയായിട്ട് കൊണ്ടുവന്നാൽ ജനങ്ങൾ അതിനെ അംഗീകരിക്കും. ആ സമയത്ത് സംഘപരിവാർ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെ കത്തിവെച്ചു എന്ന് പറഞ്ഞിട്ട് അടുത്ത യുദ്ധവും ചർച്ചയും കൊണ്ടുവരും. അപ്പൊ നമുക്ക് കാണാം. സോഷ്യൽ മീഡിയ നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന ഒരു വാക്കാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ കടക്കൽ കത്തിവെച്ചോ ശകുന്തളേ എന്ന് ചോദിക്കുന്നത് പോലെ. അങ്ങനെ ഒരു സംഭവം നടന്നോ? അങ്ങനെയാണോ കാണുന്നത്? ഇടതുപക്ഷം എങ്ങനെയാണ് കാണുന്നത് ഈ ഇടപെടലിനെ? ഇന്നലെയാണ് പരമോന്നത നീതിപീഠത്തിൽ ഇമ്രാൻ പ്രതാപ് ഖഡി എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ഗുജറാത്തിൽ നിന്നുള്ള രാജ്യസഭാംഗത്തിനെതിരെ ഗുജറാത്ത് പോലീസ് നടത്തിയിട്ടുള്ള ഒരു FIR റദ്ദ് ചെയ്തുകൊണ്ട് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മേൽ സുപ്രീം കോടതി നടത്തിയിട്ടുള്ള വലിയൊരു നിരീക്ഷണമുണ്ട്. എ കൂൻ കെ പ്യാസി ബാത് സുനോ എന്ന് തുടങ്ങുന്ന ആ കവിത മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്താൽ ഇങ്ങനെയാണ്: രക്തദാഹികളെ കേൾക്കൂ, സത്യത്തിനായുള്ള പോരാട്ടം ശരിയെങ്കിൽ സ്നേഹത്തോടെ ഞങ്ങൾ അത് നിറവേറ്റും. കണ്ണുനീർ പോലുള്ള മെഴുകുതിരി ജോല എങ്ങും പ്രഭചൊരുത്തും. നിങ്ങളുടെ സിംഹാസനത്തിൽ ഞങ്ങളുടെ മൃതദേഹങ്ങൾ ഭീഷണിയെങ്കിൽ എത്ര വേണമെങ്കിലും സന്തോഷത്തോടെ സംസ്കരിക്കും ഞങ്ങൾ. രക്തദാഹികളെ കേൾക്കൂ. ഇതായിരുന്നു ഇമ്രാൻ പ്രതാപ് ഖഡി തന്റെ സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്തതിന്റെ പേരിൽ അദ്ദേഹത്തിനു നേരെ ഗുജറാത്ത് പോലീസ് എടുത്തിട്ടുള്ള FIR അത് സുപ്രീം കോടതി റദ്ദ് ചെയ്തുകൊണ്ട് വളരെ മനോഹരമായിട്ടുള്ള നീതിയുക്തമായിട്ടുള്ള ഒരു വിധി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്മേൽ ഇന്നലെയാണ് ഇത് പുറപ്പെടുവിച്ചത്. എന്തുകൊണ്ടെന്നാൽ കേരളത്തിലെ സംഘപരിവാർ രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കുന്നവർ മലയാള സാഹിത്യം വായിക്കാതിരുന്നത് കൊണ്ട് NS മാധവൻ എന്ന് പറയുന്ന വന്ധ്യവയോധികനായ ചെറുകഥാകൃത്ത്, നോവലിസ്റ്റ്, സാംസ്കാരിക പ്രവർത്തകൻ ഇന്ന് ജീവനോടെ ഇരിക്കുന്നു എന്നുള്ളതിന്റെ സന്തോഷത്തിലാണ് ഞാൻ. 2020 പാല് വിരിയുന്ന കാലം എന്ന് പറയുന്ന ഒരു ചെറുകഥ സംഘപരിവാർ രാഷ്ട്രീയത്തിന്റെ ആൾക്കൂട്ട കൊലപാതകങ്ങൾക്ക് നേരെ അദ്ദേഹം നിശിത വിമർശനത്തോടെ എഴുതിയിട്ടുള്ള ചെറുകഥ ഒരുപക്ഷെ സംഘപരിവാറുകാർ വായിച്ചിരുന്നു എങ്കിൽ ഇന്ന് അദ്ദേഹം ജീവനോടെ ഉണ്ടാവില്ല എന്ന വേദനയോടുകൂടിയാണ് ഞാനിത് പറയേണ്ടി വരുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു കല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സാംസ്കാരിക പ്രവർത്തനം, ഒരു സാഹിത്യ സൃഷ്ടി, ആ സാഹിത്യ സൃഷ്ടിയെ സമീപിക്കുക കലയ്ക്ക് വേണ്ടിയോ കല ജീവിതത്തിനു വേണ്ടിയോ എന്ന് 1970-കളിൽ സഖാവ് EMS ചോദിച്ച കേരളത്തിന്റെ സാംസ്കാരിക നവോത്ഥാന മണ്ഡലത്തിലേക്ക് ഉയർത്തിവിട്ട ഒരു ചോദ്യം ഉണ്ടല്ലോ, ആ ചോദ്യം ഇന്നും അരനൂറ്റാണ്ട് കഴിയുമ്പോഴും പ്രസക്തമായി നിൽക്കുന്നു എന്നുള്ള വസ്തുതയിലേക്കാണ് എമ്പുരാൻ എന്ന സിനിമയ്ക്കു നേരെ ഇങ്ങനെ ചന്ദ്രഹാസം ഇളക്കിക്കൊണ്ട് സംഘപരിവാർ രാഷ്ട്രീയക്കാർ നടത്തുന്ന കേരള സ്റ്റോറി പുറത്തിറങ്ങിയപ്പോഴും TP 51 വിട്ട് പുറത്തിറങ്ങിയപ്പോഴോ ഒന്നോ എന്തുകൊണ്ടാണ് ചോദിക്കാതിരുന്നത് അഡ്വക്കേറ്റ് അസ്കറെ? ഞാൻ അതിലേക്ക് വരാൻ, നിങ്ങൾ ഇതേ ചോദ്യം ചോദിക്കുമെന്ന് കേരള സ്റ്റോറിയെ സംബന്ധിച്ചും അതുപോലെ കാശ്മീർ ഫയൽസിനെ സംബന്ധിച്ചും ഇതേ അഭിപ്രായങ്ങൾ നിങ്ങൾ ചോദിക്കുമെന്ന് കൃത്യമായിട്ട് നമുക്കറിയാലോ. അത് അറിഞ്ഞുകൊണ്ടല്ലേ നമ്മൾ ഇക്കാര്യങ്ങൾ പറയുന്നത്. ഇതില് എമ്പുരാൻ എന്ന് പറയുന്ന ഗോത്ര കലാപത്തെ സംബന്ധിച്ചാണ് എമ്പുരാൻ എന്ന സിനിമയിൽ സംഘപരിവാർ രാഷ്ട്രീയത്തെ നെറ്റിവിടുന്നത്. കാര്യം കോടിയ കട്ടവന്റെ തലയിൽ പപ്പും പൂടയും ഉണ്ടോ എന്ന സംശയമാണ് കേരളത്തിലെ സംഘപരിവാർ പ്രവർത്തകർക്കിടയിൽ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ നേതൃത്വം നൽകുന്ന RSSനും ഓർഗനൈസർക്കും ഉണ്ടായിട്ടുള്ളതെന്നാണ് വസ്തുത. അതിനപ്പുറം അതിനെ സംബന്ധിച്ച് പറയേണ്ടതില്ല എന്നുള്ളതാണ്. കേരള സ്റ്റോറിയും അതുപോലെ 32,000 കേരളത്തിൽ നിന്നും 32,000 മുസ്ലിങ്ങളെ ലവ് ജിഹാദിന്റെ പേരിൽ മുസ്ലിങ്ങൾ 32,000 പെൺകുട്ടികളെ ഇതര സമുദായക്കാരെ തട്ടിക്കൊണ്ടുപോയി എന്ന ഫിക്ഷനേറ്റ് ആയിട്ട് പറഞ്ഞുകൊണ്ട് വെച്ചു കഴിഞ്ഞാൽ അത് വസ്തുതയാണ്. അതൊരു ഡോക്കു ഫിക്ഷൻ എന്ന രീതിയിലാണ്
കേരള സ്റ്റോറി കേരളത്തിലും മലയാള സിനിമ ചിത്രീകരണവും അപ്പൊ നടത്തി. ആ ഒരു കണക്കിൽ മാത്രമായിരുന്നു അതൃപ്തി ഇടതുപക്ഷത്തിന്. ആ ഒരു അതല്ല, കണക്കിൽ നിങ്ങൾ മാത്രമായിരുന്നു നിങ്ങളുടെ അതൃപ്തി. ബാക്കിയുള്ളതിനൊന്നും കുഴപ്പമില്ല. അല്ല, നിങ്ങൾ കണക്കുകളെ സംബന്ധിച്ച് അല്ല, പറയുമ്പോൾ താങ്കൾ കണക്ക് മാത്രമാണ് ഇപ്പൊ എടുത്തു പറഞ്ഞത്. അതല്ല ഒന്നും അതിന്റെ കണ്ടന്റ് എന്തായിരുന്നു? അതിന്റെ കണ്ടന്റ് എന്തായിരുന്നു? അല്ല, കണ്ടന്റിനെ സംബന്ധിച്ച് അതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യം തന്നെയാണ്. പക്ഷെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് ആവിഷ്കാര സ്വാതന്ത്ര്യം കാണണം അല്ലെങ്കിൽ കാണാതിരിക്കണം എന്നുള്ളത് ഒരു ആസ്വാദകനെ സംബന്ധിച്ച് ആ കലയെ സമീപിക്കുന്നവനെ സംബന്ധിച്ച് അവന്റെ സ്വാതന്ത്ര്യമാണ്. ഇവിടെ ഏറ്റവും പരമപ്രധാനമായി നിങ്ങൾ കാണേണ്ടത് ഇപ്പോ നിങ്ങൾ രക്തദാഹികളായി തുടരുന്നു എന്നുള്ളതാണ്. അതാണ് ഏറ്റവും സങ്കടപ്പെടുത്തുന്നത്. ഇതിൽ പൃഥ്വിരാജിനെ കുറിച്ചോ അല്ലെങ്കിൽ മോഹൻലാലിനെ കുറിച്ചോ അല്ലെങ്കിൽ ഗോപാലിനെ കുറിച്ചോ എല്ലാം ചർച്ച ചെയ്യുന്നത് രക്തദാഹികൾ എന്ന് എടുത്തു പറയുന്നതുകൊണ്ട് CPM-നെ കുറിച്ച് അസ്കർ മാറിപ്പോയെന്ന് തോന്നുന്നു. ഇത് ഞാൻ എന്റെ കവിതയല്ല, ഇത് ഞാൻ എഴുതിയതുമല്ല. ഇത് ഞാൻ പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇന്നലെ സുപ്രീം കോടതി സെറ്റിൽ ചെയ്ത കാര്യമാണ് ഞാൻ പറഞ്ഞത്. ആ കവിതയെ സംബന്ധിച്ചാ പറഞ്ഞത്. ആർക്കെങ്കിലും പറയാനുള്ള ഞാൻ ഒറ്റ കാര്യം ചോദിച്ചോട്ടെ അസ്കർ, ഈ എന്താണ് ഗോദ്ര സംഭവം? അല്ല, ഗോദ്ര സംബന്ധിച്ച് RB ശ്രീകുമാറിന്റേതായിട്ട് വന്നിട്ടുള്ള ഒരു അതല്ല, ഞാൻ പറയാം. ഗോദ്ര സംഭവത്തിൽ നമുക്ക് നന്നായിട്ട് അറിയാലോ. എന്താണ് ഗോദ്ര സംഭവം എന്നുള്ള അസ്കറിന്റെ വായിലൂടെ കേൾക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. എന്താണ് ഗോദ്ര സംഭവം? ഗോദ്ര സംഭവത്തെ സംബന്ധിച്ച് RB ശ്രീകുമാർ നടത്തിയിട്ടുള്ള ശ്രീകുമാറിനെവിടെ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചിന്തിക്കുന്നേ? എന്തിനാ ഞാനിപ്പോ ഗോദ്ര സംഭവത്തെ സംബന്ധിച്ച് അഭിപ്രായം പറയേണ്ടത്? ഈ ഗോദ്ര സംഭവത്തിൽ ഞാൻ ദൃക്സാക്ഷിയോ എന്റെ നേരിട്ട് അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ഞാൻ ചരിത്രത്തെ പഠിക്കുന്ന ആളെന്ന നിലയിലും ചരിത്രത്തിലൂടെ ഒരു കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടായിരുന്നു. മാത്രമല്ല അതല്ല, RB ശ്രീകുമാർ അന്ന് പോലീസിന്റെ ഗുജറാത്തിൽ പോലീസ് മുരളി ഗോപിയോ പൃഥ്വിരാജോ അതിൽ അങ്ങനല്ല. ഒരു കലയായി കാണുന്നേ, കലയ്ക്ക് വേണ്ടിയാണെന്നുള്ള അടിസ്ഥാനപരമായ അത് എവിടെയാണ് സാർ കലയുള്ളത്? ഇതിൽ കലയല്ല സാർ ഉള്ളത്, ഇതിൽ കൊലയാണുള്ളത്. സമൂഹത്തിന്റെ സാംസ്കാരിക നേരെയുള്ള കൊലയാണ് ഇവിടെ ഉള്ളത്. അവിടെയാണ് അത് അങ്ങയുടെ അഭിപ്രായം. ഞാൻ പറയാം, മലയാള സിനിമയിൽ അതല്ല, നോ ഇഷ്യൂ അങ്ങേക്ക് പറയുന്നുള്ള സ്വാതന്ത്ര്യം ഒരു ഇഷ്യൂ. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങ് പറയുന്നതിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമില്ല. അത് അങ്ങയുടെ നിലപാട് പറയേണ്ടത് അങ്ങയുടെ ഉത്തരവാദിത്തമാണല്ലോ. ഏറ്റവും പരമപ്രധാനമായിട്ട് ഇതിൽ കാണേണ്ടത് കഴിഞ്ഞ മലയാള സിനിമയുടെ കഴിഞ്ഞ കുറെ നാളത്തെ ചരിത്രം പരിശോധിച്ച് മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകളെ വില്ലന്മാരായി ചിത്രീകരിക്കുന്നു തരത്തിൽ വില്ലന്മാരായി വരുന്ന മലയാള സിനിമയിലെ വില്ലന്മാർ മുഴുവൻ മുസ്ലിം നാമധാരികളായി വരുന്നു. അത്തരത്തിലൊരു വലിയ മാറ്റം മലയാള സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട് എന്ന് ആരെങ്കിലും സംശയിച്ചു പോയാൽ അത് മുസ്ലിം സമൂഹത്തെ ഒറ്റപ്പെടുത്തുന്നതിനോ മുസ്ലിം സമുദായത്തെ അപകീർത്തിപ്പെടുത്തുന്നതിനോ വേണ്ടിയിട്ടാണ് എന്ന് ആരെങ്കിലും വാദം പറഞ്ഞാൽ അത് ഒരുപക്ഷെ ഇത്തരത്തിൽ ആവിഷ്കാര സ്വാതന്ത്ര്യം, അതുകൊണ്ട് ഇനി ആ സിനിമകളൊന്നും കാണില്ല എന്നൊരു സമൂഹം തീരുമാനിച്ചാൽ അത് അങ്ങനെ കാണാൻ കഴിയുമോ? അങ്ങനെയാണോ ഇതിനെ കാണേണ്ടത്? ഇതിനെ സമീപിക്കേണ്ടത് വസ്തുനിഷ്ഠപരമായി. അതൊരു ഒരു കലാസൃഷ്ടി എന്ന നിലയിൽ ഏതെങ്കിലും അത് വളച്ചൊടിച്ചില്ല എന്ന് അസ്കറിനെ നെഞ്ചി കൈവച്ച് പറയാൻ പറ്റുമോ? ഞാൻ ആ സിനിമ കണ്ടില്ല, അടിസ്ഥാനപരമായി ഞാൻ അത് പോട്ടെ. എന്നാലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയും ദൃശ്യമാധ്യമങ്ങളിലൂടെയും പത്രമാധ്യമങ്ങളിലൂടെയും ഒക്കെ ഒരു ഏകദേശം ഒരു ചിത്രം കിട്ടിക്കാണല്ലോ. അസ്കറിന് അറിയാവുന്ന ഗോദ്ര സംഭവം എന്താണ്? അത് മാത്രം പറഞ്ഞിട്ട് പോവാം നമുക്ക്. അല്ല, ഗോദ്ര എന്ന് പറഞ്ഞ കലാപം മുസ്ലിങ്ങളുടെ തലയിൽ കെട്ടുവെക്കുന്ന ബോധപൂർവമായ ശ്രമം നടത്തിയ ന്നതിനു വേണ്ടി നേതൃത്വം നൽകിയത് രാകേഷ് സക്സേനയാണെന്ന് ശ്രീ RB ശ്രീകുമാറിന്റെ തന്നെ വെളിപ്പെടുത്തലുണ്ട്. അത് നമ്മുടെ മുന്നിലുണ്ട്. അതൊരു വസ്തുതയാണ്, ഒരു ഫാക്ടാണ്. ജസ്റ്റിസ് നാനാവതി കമ്മീഷന്റെ റിപ്പോർട്ടും ഒരു ഫാക്ടാണ്. ഇതിൽ ഓരോ വ്യക്തികളും തങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സ്വയം പൊട്ടിത്തെറിച്ചതാണോ? നമുക്കിപ്പോ അത്തരം മഹാവിസ്ഫോടനങ്ങളെ സംബന്ധിച്ചല്ലല്ലോ നമ്മുടെ പ്രശ്നം. ഇതിൽ ഗോദ്ര ഒരു യാഥാർത്ഥ്യമായിരുന്നു. ഗോദ്രയിൽ ഒരു കലാപം നടന്നിരുന്നു. അതിനുശേഷം ഗുജറാത്തിലാകമാനം കലാപം നടന്നിരുന്നു. ആര് തുടക്കം കുറിച്ചെന്നോ ആര് അവസാനിപ്പിച്ചെന്നോ ആര് വിതച്ചെന്നോ ആര് കൊയ്തെന്നോ അതിന്റെ ലാഭം കൊയ്തതാരാണ്? ഇന്ത്യ ഭരിക്കുന്ന
സംഘപരിവാർ എന്ന പേര് പറഞ്ഞ് ഉറഞ്ഞുതുള്ളുന്നുണ്ടായിരുന്നല്ലോ അഡ്വക്കേറ്റ് അസ്കർ. ഇപ്പൊ എന്താ, ആര് തുടക്കം കുറിച്ചെന്നോ ആര് ഒടുക്കം കുറിച്ചെന്നോ അതെന്താ മിണ്ടാതെ പോകുന്നത്? അതുകൂടെ പറഞ്ഞിട്ട് പോകും. ഇതിൽ ആരുടെ തുടക്കമെന്നോ ആരുടെ അവസാനം എന്നുള്ളതല്ല, ആരാണ് ഇതിൽ ലാഭം കൊയ്തത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പരമപ്രധാനമായ പ്രശ്നം. ഇതിൽ ആർക്കായിരുന്നു ലാഭം? ഗുജറാത്തിലെയും ഇന്ത്യയിലുടനീളം ഇതാണ് പ്രശ്നം. ആ വസ്തുതകൾ ബോധപൂർവം മറച്ചുവെച്ചു, വസ്തുതകൾ വക്രീകരിച്ചു. അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. അതാര് ചോദ്യം ചെയ്യും? അതാര് ചോദ്യം ചെയ്യും? അല്ല, ചോദ്യം ചെയ്യണം, അത് പറ. എമ്പുരാൻ എന്ന സിനിമ ചരിത്രത്തെ അപനിർമ്മിക്കുകയോ ചരിത്രത്തെ ബോധം സൃഷ്ടിക്കുകയോ ചെയ്യുന്നതിനു വേണ്ടി ആയിരുന്നില്ല. അതൊരു കലയാണ്, കലയ്ക്കു വേണ്ടി മാത്രമാണ് എന്നുള്ള വസ്തുതയിലേക്ക് സമീപിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇത് ഏറ്റവും മറ്റൊരു ഉദാഹരണം കൂടി പറയാം. ഒരുപക്ഷെ 1970-കളുടെ മധ്യത്തിലാണ് ധർമ്മപുരാണം എന്ന് പറയുന്ന വളരെ പ്രശസ്തവും അന്നത്തെ ഭരണകൂടത്തെ നിശിതമായി വിമർശിച്ചുകൊണ്ട് ശ്രീ OV വിജയൻ എഴുതിയ ഒരു വളരെ കാലിക പ്രസക്തമായിട്ടുള്ള നോവൽ. ആ നോവല് ഇന്നും പ്രസക്തമാകുന്ന ഒരു നോവലാണ്. ഒരുപക്ഷെ ആ നോവലിന്റെ പുനർവായന നടത്തിയാൽ ഇന്ന് സംഘപരിവാർ രാഷ്ട്രീയത്തിൽ ഇരിക്കുന്ന നേതൃനിരയിൽ ഇരിക്കുന്ന ആളുകൾ ഇതിനേക്കാളും ശ്രീ OV വിജയന്റെ ഉറഞ്ഞു തുള്ളുമായിരുന്നു. അപ്പോ അത്തരത്തിലല്ല കലയെ സമീപിക്കേണ്ടത്. നമ്മുടെ പ്രശ്നം ഇക്കാര്യത്തിലുള്ള ഗോദ്ര കലാപത്തെ തുടർന്നും ഗുജറാത്ത് കലാപത്തിലും സംഘപരിവാർ രാഷ്ട്രീയത്തിനും സംഘപരിവാർ നേതൃത്വത്തിനും ഉണ്ടായിട്ടുള്ള പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ നാടൻ ഭാഷയെ പറഞ്ഞാൽ കോഴിയെ കട്ടതിന് ശേഷം എന്റെ തലയിൽ പപ്പം പൂടെയിരിക്കുന്നു എന്ന തോന്നലുണ്ടോ എന്ന സംശയം ഇപ്പോഴും സംഘപരിവാർ പ്രവർത്തകർക്കും സംഘപരിവാർ നേതൃത്വത്തിനും ഉണ്ട് എന്നുള്ള വസ്തുതയാണ് എമ്പുരാനെതിരെ ഇത്തരം നീതിയുക്തമല്ലാത്ത അവിടെ ഉല്ലാസ് ബാബുവിന്റെ ഒരു മറുപടി അനിവാര്യമായിരിക്കുന്നു. ഉല്ലാസ് ബാബു അനിൽ വിനൂകിരിയത്ത്. ഞാൻ വേറൊന്നുമില്ല, നേരത്തെ ശ്രീ ഉല്ലാസ് ബാബുവിൻ്റെ അടുത്ത് ഞാൻ പറയുന്നത്, ഞാൻ ഈ സിനിമയ്ക്കെതിരെ അതിശക്തമായിട്ട് എതിർത്തതാണ്. പക്ഷെ സെൻസർ ബോർഡ് ഇത് റീസെൻസർ ചെയ്ത് ഇറക്കുകയാണെങ്കിൽ ആ പടം ഓടട്ടെ എന്ന് പറയുന്നതിൽ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. കാരണം ഇതൊരു ഇൻഡസ്ട്രിയാണ്. അത് മാത്രമാണ് ഞാൻ എല്ലാ ചാനലിലും ഇതിനെ എതിർത്ത് തന്നെയാണ് സംസാരിച്ചത്. ചരിത്രത്തെ വളച്ചൊടിക്കരുത്. ചരിത്രത്തെ വളച്ചൊടിച്ചതിനെ അതിശക്തമായി എതിർത്തു. പക്ഷെ സെൻസറിങ് കഴിഞ്ഞ് തിങ്കളാഴ്ച ഇറങ്ങുമ്പോൾ ഈ പ്രശ്നമില്ലെങ്കിൽ പടം ഓടുന്നതിൽ നമ്മൾ കുറ്റം പറയരുതെന്നൊരു അഭ്യർത്ഥനയും കൂടെ ഉണ്ടായിരുന്നു. എനിക്ക് 8:30 പോകണം എന്നുള്ളതുകൊണ്ട് സോറി, ഞാൻ യെസ് തീർച്ചയായും. വളരെയധികം നന്ദി ശ്രീ ബിനൂകിരിയത്ത് ചർച്ചയിൽ പങ്കെടുത്തതിന്. ഉല്ലാസ് ബാബു, പണ്ട് കൊല്ലത്ത് പെരുമൺ ട്രെയിൻ ട്രാജഡി ഉണ്ടായപ്പോൾ ടൊർണാഡോ ആയിരുന്നു അതിന് കാരണം എന്ന് പറഞ്ഞു കേട്ടിരുന്നു. എന്തായാലും സാബർമതി എക്സ്പ്രസ്സിൽ ഉൽക്ക വീണാണ് അത് കത്തിയത് എന്ന് അസ്കർ പറയാത്തത് ഭാഗ്യം. അതുണ്ടായില്ല. യെസ്, താങ്കൾക്ക് പറയാം. ബഹുമാനായിട്ടുള്ള ശ്രീ അസ്കർജി അദ്ദേഹം പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. എന്താണ്? കലയെ കലയായി കാണണം. കലയെ കലയായി തന്നെ കാണണം. എമ്പുരാൻ സിനിമ എന്ന് പറയപ്പെടുന്ന മാധ്യമത്തെ അല്ലെങ്കിൽ സിനിമയെ ഞങ്ങൾ BJP എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ സംഘടന ഞങ്ങളത് ശ്രദ്ധിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അത് അതിൻ്റെ വഴി കൂടെ പോയിക്കോട്ടെ. അത് സിനിമയായിട്ട് കാണാൻ തന്നെ ഞങ്ങളുടെ നേതാക്കന്മാർ സ്റ്റാൻഡ് എടുത്തു. എന്തുകൊണ്ടാണ് ഞങ്ങൾ സ്റ്റാൻഡ് എടുത്തത്? ഞങ്ങൾ തിരിച്ച് സ്റ്റാൻഡ് എടുക്കുമായിരുന്നുവെങ്കിൽ കേരളത്തിലുണ്ടാകാൻ പോകുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ അവസ്ഥയായിരിക്കില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. അതുണ്ടാകരുത് എന്നുള്ള ഞങ്ങളുടെ സതുദ്ദേശപരമായിട്ടുള്ള രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ ആ കൃത്യമായി സ്റ്റാൻഡ് എടുത്തതും. ഒപ്പം തന്നെ കേരളത്തിനകത്ത് മറ്റ് കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടത് കൃത്യമായിട്ട് പാർട്ടിക്ക് ലൈനുള്ളത് കൊണ്ടുമാണ്. രണ്ട് പാർട്ടിയുടെ ലൈൻ അതായിരിക്കും തന്നെ. പ്രേക്ഷകർ എന്ന് പറയപ്പെടുന്ന പാർട്ടി പ്രവർത്തകരടങ്ങുന്ന പ്രേക്ഷകർ, മറ്റ് വിവിധ പ്രേക്ഷകർ, ഈ പ്രേക്ഷകർ ഇതിനെതിരെ ശക്തമായി രംഗത്ത് വരുന്നു. എന്താണ് കേരളത്തിലെ നിരവധി ആളുകൾ ഒരു ജില്ല ഭേദമില്ലാതെ എല്ലാവിധ മേഖലകളിലും ഇതിനെതിരായിട്ട് രംഗത്ത് വരാൻ കാരണം? അവിടെയാണ് നമ്മൾ ഇത് കലയാണോ? ഗോദ്ര സംഭവത്തെ ഒരു സിനിമയിൽ കാണിക്കുമ്പോൾ ആ സംഭവത്തെ യഥാർത്ഥമായിട്ടുള്ള ശൈലിയിലാണ് കാണിക്കുന്നത് എങ്കിൽ നമ്മൾ ആ വിഷയത്തെ ഇവർക്ക് പറഞ്ഞു പോകാം. പക്ഷെ കലയാണ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ ഇതിലെവിടെയാണ് സർ കല? 10 മാസം പൂർണ്ണ ഗർഭാവസ്ഥയിലിരിക്കുന്ന ഒരു സ്ത്രീയെ ശാരീരിക ബന്ധപ്പെടുന്നതാണോ കല എന്ന് പറയപ്പെടുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അവിടെ എവിടെയാണ് സർ കല കണ്ടത്? എനിക്ക് മനസ്സിലായില്ല. ഈ സിനിമയിൽ എവിടെയാണ് അങ്ങേക്ക് കല കാണാൻ സാധിക്കുന്നത്? ഇവിടെ ഈ സിനിമയുടെ പിന്നണി പ്രവർത്തകരായിട്ടുള്ള ഇതിൻ്റെ സംവിധായകനും ഇതിൻ്റെ സ്ക്രിപ്റ്റ് റൈറ്ററും ഇതിൻ്റെ പ്രൊഡ്യൂസറും ഇതിൻ്റെ മറ്റ് പ്രവർത്തകരുമൊക്കെ ഈ പരിപാടിക്ക് തുടക്കം കുറിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ പുറകിലുണ്ടാകേണ്ട രാഷ്ട്രീയം എന്താണ്, ഇതിൻ്റെ പുറകിലുണ്ടാവേണ്ട വിവാദം എന്താണ്, ഇതിൻ്റെ
പുറകിൽ കൃത്യമായി നടപ്പിലാക്കേണ്ട അജണ്ട എന്താണ്, ഇതിലൂടെ എങ്ങനെ നമ്മളിലേക്ക് പണം എത്താം, പുത്തൻ പച്ച നോട്ടുകളൊക്കെ പുറകിൽ മാത്രം ചിന്തിക്കുന്ന ഇവരുടെ ഏറ്റവും വലിയ ക്രിമിനൽ ചിന്തയുടെ അടിസ്ഥാനത്തിലാണ് ഇതേപോലെയുള്ള ആശയങ്ങൾ ഉണ്ടാകുന്നതും. ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഏറ്റവും 2002 ഫെബ്രുവരി 24 നടന്ന കാര്യം അസ്കർജിക്ക് അറിയില്ല എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അങ്ങ് അത് വിസ്മരിക്കുന്നു എന്ന് മാത്രം. ആ വിഷയത്തെ അടക്കം കൊണ്ടുവന്ന് ഇതിനകത്ത് കൃത്യമായിട്ടുള്ള പരസ്പര പോരുണ്ടാക്കുന്ന ആ രാഷ്ട്രീയം ഈ സിനിമയിൽ കുത്തി നിറച്ചത് ഏത് കലയുടെ അടിസ്ഥാനത്തിലാണ് എന്നങ്ങ് പറയാമോ? എന്താണ് ഇതിൽ സംഘപരിവാറിന് ബന്ധം? എന്താണ് ഇതിനകത്ത് BJPക്ക് ബന്ധം? BJPക്കോ സംഘപരിവാറിനകത്തൊന്നും ഈ ഒരു സിനിമയ്ക്കകത്തും ഇവർക്ക് ആർക്കും ബന്ധമില്ല, അവർ അതിലിടപെടുന്നില്ല. പക്ഷെ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യവും കലയെ കലയായി കാണണമെന്നും എന്തുകൊണ്ടാണ് ഇടതുപക്ഷ മാധ്യമ ഹാൻഡിലുകളും ഇടതുപക്ഷവും കേരള സ്റ്റോറിയിൽ കാണിക്കാഞ്ഞത്? എന്താണ് നിങ്ങൾ കാശ്മീർ ഫയൽസിൽ കാണിക്കാഞ്ഞത്? എന്താണ് നിങ്ങൾ രാമസിംഹന്റെ സിനിമയിൽ അത് കാണിക്കാഞ്ഞത്? അവിടെയൊക്കെ നിങ്ങൾ വരുന്ന സമയത്ത് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ മേലെ കാവടിയാടുന്നു എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഒരു തട്ടിപ്പുമായിട്ട് വരും. എവിടെയാണ് നിങ്ങൾ നവോത്ഥാന കേരളത്തിന്റെ ഒരു പാഠമായിട്ട് ഈ സിനിമയെ എടുക്കാൻ പറ്റുന്നത്? എവിടെയാണ് സാർ ഈ നവോത്ഥാന കേരളത്തിന്റെ പാഠം? അങ്ങ് പറഞ്ഞില്ലേ, മലയാള സിനിമയിൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് സാർ ഇത്. ലഹരിയേക്കാൾ വിഷയമാണ്. ഒരു സിനിമയെക്കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, ചോര കൊണ്ട് സോഡാ സർവത്ത് ഉണ്ടാക്കുമെന്ന് പാട്ട് എഴുതുന്നു സാർ മലയാള സിനിമയിൽ. അത് അംഗീകരിക്കാൻ അങ്ങ് തയ്യാറാകുമോ? ചോദിച്ചോട്ടെ, പേന കത്തി കൊണ്ട് നാവിൽ കുത്ത് ഹരിശ്രീ എന്ന് എഴുതുന്നു സാർ മലയാള സിനിമയ്ക്കകത്ത്. ഇവിടെ പാട്ടെഴുത്തുകാരുണ്ടായിട്ടുണ്ട് സാർ. മലയാള സിനിമയിൽ കൃത്യമായ പാട്ടെഴുത്തുകാരുണ്ടായിട്ടുണ്ട്. നാഴിയിൽ മുള നാഴിയിൽ ഗ്രാമം നന്മ മാത്രം അളക്കുന്നു എന്ന് പറയപ്പെടുന്ന കൈരളിയെക്കുറിച്ച് പറഞ്ഞ, മലയാളത്തെക്കുറിച്ച് പറഞ്ഞ കൃത്യമായിട്ടുള്ള പാട്ടുകളും സാർ ഉണ്ടായിട്ടുണ്ട് സാർ. ഇതിനെതിർത്ത ആളുകൾ ഉണ്ടായിട്ടുണ്ട്. വിപ്ലവകാരങ്ങൾ ഉണ്ടായിട്ടില്ല സാർ. ചൈനയിലോ കാറ്റ് എൻ്റെ കതിരണിപ്പാടത്ത് വന്ന് എന്നെയൊന്ന് തഴുകിയെങ്കിൽ എന്ന് കരുതുന്ന വലിയ മങ്ങിയായിട്ടുള്ള പാട്ട് നിങ്ങളുടെ നാട്ടിലുണ്ടായിട്ടില്ലേ? ഭൂമിക്കൊരു ചരമഗീതത്തിൽ ONV എഴുതിയിട്ടില്ലേ? അങ്ങനെ പല പ്രതിഷേധങ്ങളും പല വിഷയങ്ങളും ഒക്കെ ഉണ്ടായിട്ട്, ഇനിയും മരിക്കാത്ത ഭൂമി നിന്നെ ആസന്ന മൃതിയിൽ നിനക്കാത്മശാന്തി, ഒന്നു മറ്റൊന്നിനെ കൊന്നു തിന്നുന്നതും കണ്ണാല കണ്ടിട്ടും ഒരുവരും കാണാതെ കണ്ണീരടിച്ചു നിന്നു എന്ന് അന്നും വലിയ വിമർശനത്തോടു കൂടിയാണ് അദ്ദേഹം അത് എഴുതിയത്. എന്തുകൊണ്ടാണ് അദ്ദേഹം എഴുതിയത്? ഈ ഭൂമിക്ക് ഞാൻ മരിക്കുന്നതിനേക്കാൾ മുമ്പ് ഒരു ചുരമഗീതം എഴുതി വെക്കേണ്ട സാഹചര്യം ഇവിടുത്തെ പ്രയാസങ്ങളെ കൊണ്ട് ഉണ്ടാക്കുന്നു. അതൊക്കെ കൃത്യമായിട്ടുള്ള വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. ആ വിമർശനത്തിൽ ഒന്നും ആരും എതിർത്തിട്ടില്ല സാർ. ആ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ബഹുമാനിച്ചിട്ടുണ്ട് സാർ ഈ നാട്. ആ കവിത്വത്തെ ബഹുമാനിച്ചിട്ടുണ്ട് സാർ ഈ നാട്. അതിന് കൃത്യമായിട്ട് അവർ ഉണ്ടാക്കിയിട്ടുള്ള വിപ്ലവങ്ങളെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് സാർ ഈ നാട്. അതാണ് ഈ നാടിൻ്റെ നൈതികത, അതാണ് ഈ നാടിൻ്റെ സംസ്കാരം, അതാണ് ഈ നാടിൻ്റെ സ്വീകാര്യത. പക്ഷെ അതിലേക്ക് കത്തിവെക്കുന്ന രീതിയിൽ ക്രിമിനൽ ചിന്താഗതിയോടുകൂടി വിഘടനവാദികളുടെ വാക്കുകൾക്ക് പ്രവർത്തിക്കുന്ന പ്രേക്ഷകർക്ക് തോന്നുന്ന രീതിയിൽ ഈ സമൂഹത്തെ 4ആയും 8ആയും 10ആയും 16ആയും പകുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ തല്ലിക്കാനുള്ള ഉദ്ദേശത്തോടുകൂടി ചില കൂട്ടർ പ്രവർത്തിക്കുന്ന ഈ സാധനത്തെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ അടിയിൽ നമുക്ക് എഴുതാൻ പറ്റില്ല സാർ. അതിനൊരിക്കലും നമുക്ക് നവോത്ഥാന കേരളത്തിൻ്റെ മാറ്റങ്ങൾക്ക് വേണ്ടി നടത്തുന്ന ഒരു സംഭവമായിട്ട് കാണാൻ സാധിക്കില്ല സാർ. അതിനെ കലയായി കാണാൻ സാധിക്കില്ല സാർ. അത് മറ്റൊരുത്തൻ്റെ ചോര കണ്ട് ആ ചോരയിൽ നിന്ന് ഊറ്റി കുടിക്കുമ്പോൾ പണം എനിക്ക് കിട്ടണമെന്ന് പറയപ്പെടുന്ന ഒരുത്തൻ്റെ തലയിൽ ഉദിക്കുന്ന ക്രിമിനൽ ബുദ്ധിയായിട്ടേ കാണാൻ സാധിക്കുള്ളൂ സാർ. ആ ക്രിമിനൽ ബുദ്ധി എവിടെ നിന്ന് ഉദിച്ചു? അതിന് വളമിട്ട് കൊടുക്കുന്ന ശക്തി ആരാണ്? അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന കൈകൾ ഏതാണ്? അത് വിദേശ കൈകളുണ്ടോ? ഇതൊക്കെ അന്വേഷിക്കണം സാർ. ആ അന്വേഷിക്കുന്നിടത്താണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെ മറപിടിച്ചും നവോത്ഥാന കേരളം എന്നൊക്കെ നിങ്ങൾ പറയുന്ന കാര്യത്തിന് മറപിടിച്ചും നിങ്ങളെപ്പോലെ ഇവർക്ക് കൃത്യമായി ഫാക്ടംബോസും യൂറിയും ഇട്ടുകൊടുത്ത് വളരാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന ഇടതുപക്ഷ ഹാൻഡിലുകളെയും മതതീവ്രവാദ സംവിധാനങ്ങളെയും എല്ലാം കൂട്ടുപിടിച്ച് അവനവന്റെ കാര്യം സേഫാക്കിക്കൊള്ളാമെന്നുള്ള തെറ്റായ ധാരണയുണ്ടായത്. അവിടെയാണ് പ്രേക്ഷകർ ഇന്ന് കൃത്യമായി കത്തിവെച്ചത്. സി അനിൽ നമ്പ്യാർ ഇവിടെ വോളണ്ടറി മോഡിഫിക്കേഷന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞിട്ട് വിശാല കാഴ്ചപ്പാട് പറയുന്നില്ല. ഇവര് ഒരു വോളണ്ടറി മോഡിഫിക്കേഷൻ അല്ല, പ്രേക്ഷകൻ കൃത്യമായിട്ടും അവന്റെ കൈ പിടിച്ച് വേട്ടറ എന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ട് വേട്ടേണ്ടി വന്നു. അത്രേ ഉള്ളൂ. വലിയ ഡെക്കറേഷൻ ഒന്നും ഇതിനകത്ത് ആവശ്യമില്ല. അപ്പൊ കൃത്യമായിട്ട് ഇനി തിങ്കളാഴ്ച ഓൻ പുതിയത് കൊണ്ടുവരിക എന്ന് പറഞ്ഞത്. പക്ഷെ അവിടെയും അതിൽ കമ്പയർ കാര്യം മനസ്സിലാക്കണം. ഇവനൊരു വിത്ത് വിതച്ചിരിക്കുന്നു. എന്തിന്റെ വിത്ത്? അക്രമത്തിന്റെ, തീവ്രവാദത്തിന്റെ, അതേപോലെ തന്നെ കൃത്യമായിട്ടുള്ള പരസ്പര വിരോധത്തിന്റെയും വിദ്വേഷത്തിന്റെയും തമ്മിലടിയുടെയും വിത്തുകളും വിതച്ചിട്ടു. അവിടെ ഓൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ശക്തികൾ മനസ്സിലാക്കണം. അത് ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിന് രാഷ്ട്രീയത്തെ വലിച്ചെടുക്കേണ്ട കാര്യമില്ല, രാഷ്ട്രീയ പാർട്ടികളെ വലിച്ചെടുക്കേണ്ട കാര്യമില്ല. പക്ഷെ രാഷ്ട്രീയ പാർട്ടികൾ ഉള്ളവർ ഇത് കാണുന്ന സമയത്ത് നിങ്ങൾക്കുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം കാണുന്ന ജനങ്ങൾക്കുണ്ട്. അവൻ്റെ പോക്കറ്റ് എന്ന് അവൻ്റെ വയർപ്പ് കഴിഞ്ഞ് കൊണ്ടുവരുന്ന 150 റുപ്യ 250 റുപ്യ കൊടുത്തിട്ട് നമ്മൾ സിനിമ കാണണേ. അവനെതിരെ വിമർശിക്കാനുള്ള അവകാശമുണ്ട്, അവനെതിരെ ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട്. അവന്റെ സ്വത്വത്തെ നിങ്ങൾ ചോദ്യം ചെയ്താൽ ആ തിരിച്ചവനോട് പറയാനുള്ള ആർജവമുണ്ട് മലയാളിക്ക്. അതുകൊണ്ടാണ് സർ പറയുന്നത്, ഈ സമൂഹത്തിനകത്ത് ഈ വേഷം കൊണ്ടും കിടുതാപ്പും കൊണ്ട് വന്നാൽ
കെട്ടിച്ച് ഓടിപ്പിക്കാനുള്ള നല്ല മിടുക്കുള്ള പിള്ളേർ ഈ നാട്ടിലുണ്ട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മോഡിഫിക്കേഷൻ എന്നും പറഞ്ഞിട്ട് ഓടിപ്പോയത്. ആ മോഡിഫിക്കേഷൻ കൊണ്ട് വരട്ടെ, അപ്പൊ കേരളം സ്വീകരിക്കൂലേ നമുക്ക് അപ്പം കാണാം. ഓക്കെ യെസ് ഡോക്ടർ ആരിഫ് ഹുസൈൻ. ഇതിപ്പോ ഞാനിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഓവറാക്കി ചളമാക്കുന്ന ഒരു കാഴ്ചയാണ്. സത്യത്തിൽ ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. മാത്രമല്ല ഇപ്പൊ പറഞ്ഞു വന്നപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന എന്താണ്, ഒരു ഭൂരിപക്ഷ വർഗീയത വളർന്നു കഴിയുമ്പോൾ ഇവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ളത് എന്താണ്, അതൊരു നരനായിട്ട് തന്നെയായിരിക്കും എന്നിവിടെ നമ്മൾ പറയാറുണ്ട്. അതാണ് ഇവിടെ നമ്മളുടെ ഇപ്പൊ സംസാരിച്ച് നിർത്തിയ ആ വ്യക്തിയുടെ വാക്കുകളിലൂടെ നമുക്ക് കാണാൻ കഴിയും. അതിനോട് പൂർണ്ണമായിട്ടും വിയോജിക്കുകയാണ്. എന്നാൽ ഇതിനു മുന്നേ സംസാരിച്ച വ്യക്തി നമ്മുടെ ഹസ്കർ സാഹിബും അദ്ദേഹവും സംസാരിക്കുമ്പോൾ നമ്മളിവിടെ കാണുന്നത് തുടക്കത്തിൽ പറഞ്ഞു വെച്ച കാര്യം തന്നെയാണ്. അതായത് ഈ വിഷയത്തിൽ ഇത് സിനിമയായിട്ട് കാണാൻ നമുക്ക് സാധിക്കണം. ഇതൊരു സിനിമയാണ്, ഇതൊരു കലയാണ് എന്ന് പറയുമ്പോൾ അത് എല്ലാ സിനിമയുടെ കാര്യത്തിലും, എല്ലാ നാടകത്തിന്റെ കാര്യത്തിലും, എല്ലാ പുസ്തകത്തിന്റെ കാര്യത്തിലും നിങ്ങൾക്ക് പറയാനുള്ള ആഫിയത്തും ആരോഗ്യം ഉണ്ടാകണം എന്ന് നമ്മൾ പറഞ്ഞു വെച്ചു. അവിടെ അത് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഹസ്കറിന്റെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് എന്നുണ്ടെങ്കിൽ, ഇവിടെ ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന BJPയുടെ വക്താവായിട്ടുള്ള ആളുകളുടെ ആ വാക്കിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്, ഇവിടെ നാട്ടില് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ എന്ന രീതിയിലേക്ക് വരുമ്പോൾ അതിനെയാണ് ഫാഷിസം എന്ന് വിളിക്കുക. ഈ ഫാഷിസം അത് ഒളിപ്പിച്ച് വെച്ച് നടക്കുന്നവരുണ്ട്, പുറത്ത് പറഞ്ഞു നടക്കുന്നവരുണ്ട്. ആരിഫ് ഹുസൈൻ അങ്ങനെ വ്യാഖ്യാനിക്കണമോ അതിനെ? ഞാൻ പറഞ്ഞുതരാം. അല്ല, അങ്ങനത്തെ അത് വ്യാഖ്യാനമല്ല, നമ്മളിവിടെ കേട്ടതാണ്. കാര്യങ്ങൾ അത് പ്രമേയമാക്കി ഒരു സിനിമ പ്രേക്ഷകരുടെ മുന്നിൽ എത്തുകയാണെങ്കിൽ അത് കൃത്യമായി ചൂണ്ടിക്കാട്ടി ഇടപെടേണ്ട ഉത്തരവാദിത്തം ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിക്കില്ലേ, ഇവിടുത്തെ പൊതുസമൂഹത്തിനില്ലേ, ഇവിടുത്തെ പ്രേക്ഷകർക്കില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അതെങ്ങനെയാണ്? എല്ലാവരും കത്രികയായിട്ട് ഇറങ്ങിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഭാഗമൊക്കെ സിനിമ പറ്റുമല്ലോ. ഇത് ഒരു പുരോഗമന ഒരു കാഴ്ചപ്പാടോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു സമൂഹത്തിൽ സെൻസർ ബോർഡിന്റെ റോൾ എന്താണ്? ഇതാണ് നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടത്. അതായത് ഇവിടെ ഇന്ത്യയിൽ തന്നെ സെൻസർ ബോർഡ് വന്നതിന്റെ ഒരു പശ്ചാത്തലം എന്താണ്? അത് എന്തിനു വേണ്ടിയിട്ട് അത് കൊണ്ടുവന്നത്? അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഇത് ഏതൊക്കെയാണ് ഇതിനകത്ത് കുട്ടികളോടൊപ്പം ഇരുന്ന് കാണാവുന്നത്, കുട്ടികൾക്ക് കാണാവുന്നത് ഏതാണ്, മുതിർന്നവർ കാണേണ്ടത് ഏതാണ്, ഇതൊക്കെ ഒന്ന് വേർതിരിച്ച് കാണിച്ചു കൊടുത്തുകൊണ്ട് അതിനെ വേർതിരിക്കുക. ഒന്നത്. രണ്ട്, ഈ സിനിമയുടെ ആകത്തുക എന്ന് പറയുന്നത് അത് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മൊത്തത്തിലുള്ള ഒരു ആശയത്തിന്, അതിന്റെ സോവറിനിറ്റിക്ക്, അതല്ലെങ്കിൽ ഇതിനകത്തൊരു ഹെയ്റ്റ്, അതല്ലെങ്കിൽ അങ്ങനെയുള്ള വിഷയങ്ങൾക്ക് വഴിവെക്കുന്ന രീതിയിലുള്ള മൊത്തത്തിലുള്ള ആശയങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് വേണ്ട രീതിയിൽ കൺട്രോൾ ചെയ്യാം. അല്ലാത്ത രീതിയിൽ ആണെന്നുണ്ടെങ്കിൽ അതിൽ ഇടപെടേണ്ട കാര്യമില്ല. അതിന്റെ മൊത്തത്തിലുള്ള ആശയമാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു വശം എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ആ ഒരു ലക്ഷ്യത്തിൽ ആണ് ഇവിടെ സെൻസർ ബോർഡ് എന്ന് പറയുന്നത് ആഗോളതലത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നും ഇരിക്കെ ഇവിടെ നമ്മൾ കാണുന്ന എന്താണ്, ഓരോ രാഷ്ട്രീയ പാർട്ടിയും അവർ വന്നിരിക്കുന്ന സമയത്ത് അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരികയും അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായ കാര്യങ്ങളെ ഒന്ന് മുഴുവനാക്കട്ടെ. ഭവിഷ്യത്തുകൾ ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്, ഇങ്ങനെയൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞുതരാം. ഇത് സത്യത്തിൽ കാവിയുടെ വക്താക്കൾ, കാവിപക്ഷത്ത് നിൽക്കുന്നവർ, അവർക്ക് പ്രതികരിക്കാനുള്ള ഉത്തരവാദിത്വം ഇല്ലേ? ഞാൻ പറഞ്ഞുതരാം. അതായത് ഇവിടെ ഇപ്പൊ സത്യത്തിൽ സംഭവിക്കുന്നത് എന്താണ്, ഈ സിനിമ ഇവിടെ വന്നത് ഇത് BJPക്ക് അനുകൂലമാണെന്ന് പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നോടത്താണ് ഇതിന്റെ പ്രശ്നം. എന്നാൽ ആ ഒരു സംഗതിയെ ഇതുപോലെ ഓവറാക്കി ചളമാക്കുമ്പോൾ ഇത് BJPക്ക് എതിരായിട്ട് വരുന്നൊരു സാധനമാക്കി മാറ്റാനാണ് ഇവിടെ സത്യത്തിൽ ഇവിടെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് വെറുതെ വിട്ട് കഴിഞ്ഞാൽ ആളുകൾ ഈ സംഗതിയെ, ഈ സിനിമ വന്നു കഴിയുമ്പോൾ അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? സിനിമ എന്നല്ല, കലാരൂപങ്ങളുടെ ഉദ്ദേശം എന്താണ്? ആരിഫ് ഹുസൈൻ ഇവിടെ പ്രതികരിച്ചതുകൊണ്ടാണ് ഇപ്പൊ 17 സ്ഥലത്ത് കത്രിക വെക്കാൻ തീരുമാനിച്ചത്. പ്രതികരണവും കത്രിക വെക്കുന്നതും തമ്മിൽ രണ്ടാണ്. ഇതാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. വെറുതെ വിട്ടിരുന്നെങ്കിൽ ഇവരെ ആഘോഷിക്കുകയായിരുന്നു. കത്രിക വെക്കുന്നതും പ്രതികരിക്കുന്നതും രണ്ടാണ്. ഈ ഇടത് ജിഹാദികൾ അവർ ഇതൊരു വലിയൊരു ആഘോഷമാക്കി മാറ്റിയേനെ. നിങ്ങൾക്കത് അങ്ങനെ പറയാമായിരിക്കും, പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം മുന്നോട്ട് വെക്കുന്ന ഫ്രീ സ്പീച്ച് എന്ന് പറയുന്ന ആ ഒരു പ്രിൻസിപ്പിളിന് നേരെ വരുന്ന ഏറ്റവും വലിയൊരു അപജയമായിട്ട് എനിക്ക് കാണാൻ പറ്റുള്ളൂ. കാരണം ഇത് ഇന്ന് മാത്രമല്ലല്ലോ ഞാനിത് പറയുന്നത്. ഇതിന് മുന്നേ വന്ന ഇപ്പോൾ കേരള സ്റ്റോറി വന്നപ്പോൾ, അല്ലെങ്കിൽ മറ്റു പല, കേരള സ്റ്റോറിയിലാണ് ഏറ്റവും കൂടുതൽ ഞാനിത് എടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. അന്ന് പക്ഷെ അത് ചെയ്തിരുന്നത് മറ്റുള്ള ആളുകളായിരുന്നു. അവരായിരുന്നു ഇതിനകത്ത്. ഇപ്പോൾ അച്യുതാനന്ദൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആ സിനിമയിൽ നിന്ന് എടുത്ത് കളഞ്ഞു, ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമാകും എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. അത് വസ്തുതയാണല്ലോ, പക്ഷെ അത് മുറിച്ചു കളയേണ്ടി വന്ന ഒരു അവസ്ഥ ഇവിടെ വന്നു. എന്താ അത് വന്നത്? അന്ന് ആരായിരുന്നു അതിന് കാരണക്കാരായത്? ഇവിടുത്തെ ഇടതുപക്ഷവും ഇവിടുത്തെ മുസ്ലിം പക്ഷവും തന്നെയല്ലേ അതിന് കാരണമായത്? അപ്പൊ അന്ന് നമ്മൾ പറഞ്ഞത് ചെയ്യരുത്. ഇന്ന് നമ്മൾ കാണുന്നത് എന്താണ്? ഇന്ന് ഇതിനകത്തൊരു വിഷയം ഉണ്ടെങ്കിൽ ആ വിഷയം ചർച്ചയാകാനുള്ള വഴിയല്ലേ അത്? ആ വഴിയെ നിങ്ങൾ വെട്ടി മാറ്റി കഴിയുമ്പോൾ പിന്നെ ഇത് വെറുതെ ഒരു അപ്പുറത്തൂടെ പോകുന്നൊരു സിനിമ. അപ്പൊ നിങ്ങളുടെ പ്രശ്നം യഥാർത്ഥത്തിൽ ഈ സിനിമ വിജയിക്കരുത് എന്നുള്ളതാണോ, ഈ ഇതുപോലെ ഒരു സാധനം ഇവിടെ വേണ്ട എന്നുള്ളതാണോ, അതോ ഈ വിഷയമേ ചർച്ച ചെയ്യാൻ പാടില്ല എന്നുള്ളതാണോ? ഇങ്ങനെയുള്ള മെസ്സേജുകൾ പോകരുത്. ഇതിലെ മെസ്സേജ് ഞാൻ പറഞ്ഞില്ലേ,
ഇവിടെ എന്താ ഇപ്പോൾ ഇവിടെ സംഭവിച്ചിരിക്കുന്നത്? ഗോത്ര എന്ന് പറയുന്ന വിഷയം ഇതുവരെ ആരും ഓർക്കാതിരുന്നത്, ചർച്ച ചെയ്യാതിരുന്ന വിഷയത്തെ ഇതുപോലെ വ്യാപകമായിട്ട് 10-12 വർഷം മുന്നേ ഉള്ള സംഗതികൾ ഇന്നിവിടെ ചർച്ചയാകുന്നുണ്ടെങ്കിൽ യെസ്, അത് ഈ സിനിമയുടെ കാരണം കൊണ്ടല്ലേ? നിങ്ങളെല്ലാവരും കൂടി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താണ്? വസ്തുതകളെ നിങ്ങൾ കീറി മുറിച്ച് പരിശോധിക്കാനും അത് ചർച്ച ചെയ്യാനുള്ള വഴികൾ തുറന്നു വിടുക, അതിനു വേണ്ടിയിട്ടുള്ള വേദികൾ ഉണ്ടാക്കിയിടുക. ഇതാണ് നമ്മളുടെ ലക്ഷ്യം, ഇതാണ് ജനാധിപത്യത്തിന്റെ രീതി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ നിങ്ങൾ സംസാരിക്കുന്നത് എന്താണ്? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത സാധനം പാടില്ല, ഉള്ളതിന് നമ്മൾ കത്രിക വെക്കണം എന്ന് പറയുമ്പോൾ അത് ഫാഷിസമാണ്. അത് ആര് പറഞ്ഞാലും ഫാഷിസമാണ്. അത് പണ്ട് ഇടതുപക്ഷം പറഞ്ഞപ്പോഴും ഫാഷിസമാണ്, ഇപ്പൊ BJP പറയുമ്പോഴും ഫാഷിസമാണെന്ന് തന്നെയാണ് ഞാൻ പറയാം. മനസ്സിലാക്കുന്നത് പോലെയല്ല മഹാഭൂരിപക്ഷം മനസ്സിലാക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? ഞാൻ ഏതെങ്കിലും ആകാശത്ത് താങ്കൾ പറഞ്ഞു ഇത് BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷമാണ് ഈ സിനിമ വഴി ഉണ്ടാകുന്നത്, സംജാതമായതെന്നാണ് താങ്കൾ പറഞ്ഞത്. പക്ഷേ ഞാൻ പറയുന്നത് മഹാഭൂരിപക്ഷത്തിന്റെ ഉള്ളിൽ കയറിയിരിക്കുന്നത് അങ്ങനെയല്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് എനിക്ക് എങ്ങനെയാണ് ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ എനിക്ക് എങ്ങനെയാണ് ഇത് മനസ്സിലാക്കാൻ സാധിച്ചത്? നമ്മൾ ഇടപഴകുന്ന സ്ഥലങ്ങളിൽ നമുക്ക് അത്തരം ഒരു അവസരം ഉണ്ടായതുകൊണ്ടാണ്. ഈ അവസരം ആർക്കുണ്ടായാലും അവർക്കും അത് മാറാൻ സാധിക്കും. നിങ്ങൾ ഒരു പാറ്റേണൈസ് ചെയ്യാതിരിക്കൂ. നിങ്ങൾ ഈ ഒരു സോഫ്റ്റ് ബിഗോട്ടറിയാണ് ഇതിനകത്ത് കൊണ്ടു നടക്കുന്നത്. നിങ്ങൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ ആളുകൾക്കൊന്നും മനസ്സിലാവില്ല എന്ന ഇടതുപക്ഷത്തിന്റെ അതേ ചിന്താഗതി തന്നെയാണ് ഇപ്പൊ ഇവിടെ BJP വെച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് അതിന് നിൽക്കുന്നത്? ഉല്ലാസ് ബാബു, ഇതിനെ അങ്ങനെ ഇതിനെ കൊണ്ട് ആഘോഷിക്കേണ്ടതില്ല, ഇങ്ങനെ കൊണ്ട് നടക്കേണ്ടതില്ല, അങ്ങനെ ഒരു പ്രൊപ്പഗാണ്ടയിലേക്ക് പോകേണ്ടതില്ല. നോക്കൂ, ബഹുമാനനായിട്ടുള്ള അദ്ദേഹം പറഞ്ഞ ആരിഫ് ഹുസൈൻ അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ വാക്കുകളെ അദ്ദേഹത്തിൻ്റെ ആരിഫ് ഹുസൈൻ ജി പറഞ്ഞ കാര്യത്തിന് പോസിറ്റീവായിട്ടുള്ള വിമർശനമായിട്ട് എടുക്കുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തിന് നമ്മൾ മറുപടി പറയണമല്ലോ. BJPയുടെ സംസ്ഥാന അധ്യക്ഷനും BJPയുടെ ജനറൽ സെക്രട്ടറിമാരും വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു, ഈ സിനിമയ്ക്കകത്ത് ഞങ്ങൾക്കൊരു രാഷ്ട്രീയമില്ല. അതിലെന്താ സംശയമുള്ളത്? പിന്നെ എവിടെയാണ് ഇതിനകത്ത് BJPയുടെ പ്രതിനിധികൾ അഭിപ്രായം പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഈ സിനിമയ്ക്കകത്തുള്ള രാഷ്ട്രീയമോ അല്ലെങ്കിൽ സിനിമ കാണാൻ പാടില്ല എന്നോ സിനിമ പ്രദർശിപ്പിക്കാൻ പാടില്ല എന്നുള്ള യുദ്ധ മുഖത്ത് പറയുന്ന പോലെ കാര്യങ്ങളൊന്നുമല്ലല്ലോ ഞങ്ങൾ പറഞ്ഞത്. ഇവിടുത്തെ പ്രേക്ഷകർ എന്ന് പറഞ്ഞാൽ ഞാനും അനിൽ നമ്പ്യാരും അടങ്ങുന്ന ആളുകൾ ഇവിടുത്തെ പ്രേക്ഷകർ തന്നെയാണ്. നമുക്ക് രാഷ്ട്രീയമുണ്ടാകാം, അല്ലെങ്കിൽ രാഷ്ട്രീയ കാഴ്ചപ്പാടുകൾ ഉണ്ടാവാം. പക്ഷേ ഇവിടുത്തെ പ്രേക്ഷകർ ഒരു കാര്യം കാണുന്ന സമയത്ത് പല പ്രേക്ഷകരും അവർ BJPക്കാരായിരിക്കാം, സംഘപരിവാറായിരിക്കാം, കമ്മ്യൂണിസ്റ്റ് ആയിരിക്കാം, കോൺഗ്രസ് ആയിരിക്കാം, പല വിഭാഗക്കാരായിരിക്കാം. അവർക്ക് കോമൺ ആയിട്ട് തോന്നുന്നത് എന്തടിസ്ഥാനത്തിലാണ്? അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വിമർശിക്കപ്പെടേണ്ട കാര്യങ്ങളുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യം അവർക്കുണ്ടാവുകയാണ്. അവരാണ് ഇതിനെ എതിർക്കുന്നത്. അവിടെ BJPയെയും സംഘപരിവാറിനെയും ഇതിനകത്ത് കോർത്തിണക്കുമ്പോഴാണ് ഇവരുടെ ചിന്താഗതി വിജയിക്കുകയുള്ളൂ. ഇതിനെ എന്താണോ ഇവർ ഉദ്ദേശിച്ചത് ആ ഗൂഢലക്ഷ്യം വിജയിക്കുകയുള്ളൂ എന്നുള്ള നിലപാട് അവരെടുത്തത് ശരിയല്ല എന്നാണ് പറയപ്പെടുന്നത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ ഇപ്പം അദ്ദേഹം പറഞ്ഞു ഫ്രീ സ്പീച്ച്. ശരിയാണ് ശ്രീ അനിൽ നമ്പ്യാർ, ഫ്രീ സ്പീച്ചിനുള്ള അവകാശം നമുക്കെല്ലാം ഉണ്ട്. അനിൽ നമ്പ്യാരോട് എൻ്റെ അഭിപ്രായം പറയാനും വിമർശിക്കാനും എനിക്ക് അവകാശമുണ്ട്. പക്ഷേ അനിൽ നമ്പ്യാരെ താൻ കൊള്ളരുതാത്ത വൃത്തികെട്ട തെമ്മാടിയാടോ എന്ന് പറയാനുള്ള അവകാശം എനിക്കില്ല. ഉണ്ടോ? ഫ്രീ സ്പീച്ച് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഫ്രീ സ്പീച്ച് എന്ന് പറയപ്പെടുന്നത് അനിൽ നമ്പ്യാർ ചെയ്യാത്ത കാര്യങ്ങൾ ഞാൻ പറയാൻ പാടില്ല, അനിൽ നമ്പ്യാർ അറിയാത്ത കാര്യങ്ങൾ ഞാൻ പറയാൻ പാടില്ല, അനിൽ നമ്പ്യാരുടെ ചരിത്രം എനിക്കറിയില്ലെങ്കിൽ ആ ചരിത്രത്തെ വളച്ച് ഞാൻ പറയാനും പാടില്ല. ഫ്രീ സ്പീച്ച് എന്ന് പറയപ്പെടുന്നത് എനിക്ക് തോന്നിയത് തോന്നിയെങ്കാവ് പോലെ പറയാന്നുള്ളതല്ലല്ലോ. അപ്പോൾ ഇവിടെ ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്ന സമയത്ത് ആ കണ്ടന്റ് ഒരു കാലഘട്ടത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ടുണ്ടാക്കുന്ന സമയത്ത് ആ വിഷയത്തെ കൃത്യമായി പഠിക്കാൻ തയ്യാറാകണം. നമ്പർ 1. ആ വിഷയത്തിൻ്റെ നീതിന്യായ സംവിധാനങ്ങൾ എന്തെല്ലാം പറഞ്ഞു എന്നുള്ളത് പഠിക്കാൻ തയ്യാറാക്കണം. നമ്പർ 2. നമ്പർ 3, ആ വിഷയം സമൂഹത്തിനകത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഇമ്പാക്റ്റ് എത്രത്തോളമാണ് എന്ന് മനസ്സിലാക്കാൻ ഈ ആവിഷ്കാര സ്വാതന്ത്ര്യ പ്രവർത്തകർക്ക് സാധിച്ചില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് പുറകിൽ കൃത്യമായിട്ടുള്ളൊരു അജണ്ടയുണ്ട് എന്നുള്ളതാണ് അതിനകത്ത് വിഷയം. അതാണ് പ്രേക്ഷകർ ചൂണ്ടിക്കാണിക്കുന്നത്. ആ അജണ്ടയ്ക്കനുസരിച്ച് അവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇവിടെ നടന്നൊരു വലിയ ദുരന്തത്തെ ഈ സമൂഹത്തിന് തെറ്റായ മെസ്സേജ് കൊടുക്കുന്ന രീതിയിലേക്ക് കൊടുക്കുമ്പോൾ ഇദ്ദേഹം പറഞ്ഞു എന്താണ്, ഇപ്പം എനിക്കോ അദ്ദേഹത്തിനോ ഈ മാധ്യമത്തിൽ വന്ന് ചർച്ച ചെയ്യാം, പക്ഷേ എല്ലാവർക്കും അതേപോലെ ചർച്ചയ്ക്ക് വിളിക്കുന്നില്ലല്ലോ. അപ്പൊ നാളെ ഇതല്ല ഇതിന്റെ സത്യം എന്ന് പറഞ്ഞ് വേറൊരു സിനിമ ഉണ്ടാക്കലല്ല, വേറെ സിനിമ ഉണ്ടാക്കാൻ സാധ്യമാവും. അപ്പൊ അവിടെ നമ്മൾ ഫ്രീ സ്പീച്ചിന്റെ മറ പിടിച്ചുകൊണ്ട് ഒരു കാര്യത്തെ വളച്ചൊടിച്ച് വക്രീകരിച്ച് ഈ സമൂഹത്തിന് മുമ്പിൽ ഇവർ വിതറുന്ന സമയത്ത് ആ സമൂഹത്തിലെ ആളുകൾ അത് വിശ്വസിച്ചു പോകുന്ന സമയത്ത് ഒരു വലിയ വിഷയത്തെ എന്ന് പറഞ്ഞാൽ ഈ സമൂഹം ഒരു കാരണവശാലും അംഗീകരിക്കാത്ത, ഈ സമൂഹം എതിർത്തിട്ടുള്ള, ഈ സമൂഹത്തിൽ നടക്കാൻ പാടാത്ത ആ വിഷയത്തെ
എന്താണോ സത്യം അതിനെ നേരെതിരെ അവതരിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ പറഞ്ഞാൽ അവിടെ നമ്മൾ ഇതേപോലെ പ്രതികരിക്കേണ്ടി വരുന്നത് എങ്ങനെയാണ്? പ്രേക്ഷകൻ എന്ന രീതിയിൽ എങ്ങനെയാണ് നമുക്ക് പ്രതികരിക്കേണ്ടി വരുന്നത്? അത് നാളെ സമൂഹത്തിന് കൊടുക്കുന്നത് പൊട്ട മെസ്സേജ് തന്നെയല്ലേ. ആ മെസ്സേജ് നമുക്ക് അംഗീകരിക്കാൻ പറ്റുമോ? പിന്നെ പറയുന്നത് അത് നമുക്ക് ചർച്ച ചെയ്യാനുള്ള അവസരമല്ലെന്ന്. ഇല്ല സാറേ, എത്ര ദിവസം കേരളത്തിലെ മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യും? 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം, അത്രയല്ലേ ചർച്ചയുള്ളൂ. പിന്നെ കത്തി വെക്കണത് അത് വിജയമല്ല. കത്തി വെക്കരുതായിരുന്നു എന്ന് പറഞ്ഞു. കത്തി വെക്കരുതായിരുന്നുവെങ്കിൽ അനിൽ നമ്പ്യാരെ, ഈ സംഭവങ്ങൾ, ഇവർ പറയുന്ന ഈ കണ്ടന്റുകൾ ഈ കേരള സമൂഹത്തിനകത്തും ഇതിനകത്തും ഇവർ കൊണ്ടുപോയി ലാൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ പ്ലാന്റ് ചെയ്യുന്നത് വലിയ വിപത്തിന്റെ തുടക്കത്തിലേക്കാണ്. അതുകൊണ്ടാണ് ആ വിഷയത്തിന്റെ മെറിറ്റ് ചർച്ച ചെയ്യപ്പെടണമെന്ന് പറയപ്പെടുന്നത്. ആ മെറിറ്റ് ചർച്ച ചെയ്യാൻ മാധ്യമങ്ങൾ 2 ദിവസമാണ്. അല്ലെങ്കിൽ വേറെ ഒരുത്തനോട് സാധാരണക്കാരന് പോയിട്ട് ഇതല്ല സത്യം, ഇതാണ് യാഥാർത്ഥ്യം, അല്ലെങ്കിൽ ഇതാണ് അതിന്റെ നിയമശൈലി, ഇതാണ് ആ സമൂഹത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് പറഞ്ഞ് മറ്റൊരു കോടിക്കണക്കിന് രൂപ 100 കോടിയും 50 കോടിയും കൊടുത്ത് സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ പിന്നെ ഈ സിനിമ മാർക്കറ്റ് ചെയ്യുന്നതിന്റെ ഒരു പ്രശ്നം ഇതിനകത്ത് 1 മിനിറ്റ് പറയാൻ നിർത്താം. ഇതിൽ ലൈക്ക പിന്മാറിയ കാര്യം ഞാൻ പറഞ്ഞു. ഇതിൽ നിന്ന് സിനിമ മേഖല നേരിടുന്ന സൂത്രപ്പണികൾ ഞാൻ പറഞ്ഞു. ഇതിൽ ബുക്ക് മൈ ഷോ കാണിച്ചിട്ടുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ പറഞ്ഞു. ഇത്യാദി മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ ഉപയോഗിച്ച് പുതിയ തലമുറയെ അടക്കമുള്ള സമൂഹത്തെ 100% പറ്റിക്കുന്ന ഒരു ശൈലിയിലേക്ക് മലയാള സിനിമ മാറുന്നു. ഇവിടെ തെറ്റായ നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യുന്നു, അതിന്റെ പുറകെ ഓടാൻ തയ്യാറാകാൻ പറയുന്നു. അവിടെയാണ് ഞാൻ പറയുന്നത്, പുത്തൻ പച്ച നോട്ടുകൾക്ക് വേണ്ടി എന്ത് വൃത്തികേടുകളും ഈ സമൂഹത്തിൽ വന്ന് പ്ലാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതിനെ ശിരസ വഹിക്കുന്ന പ്രേക്ഷകരല്ല ഈ സമൂഹത്തിനുള്ളത് എന്ന്. ആ പ്രേക്ഷകർക്ക് വേണ്ടിയാണ് ഞാൻ ഇന്ന് സംസാരിച്ചത്. BJP ലൈനല്ല സർ. BJPക്ക് രാഷ്ട്രീയ പാർട്ടി എന്ന രീതിയിൽ ഇതിനകത്ത് കൃത്യമായ BJPയുടെ നിലപാടുകൾ BJPയുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞിട്ടുള്ളത്, ജനറൽ സെക്രട്ടറി സംസ്ഥാന അധ്യക്ഷനും. അത് രാഷ്ട്രീയമല്ല, പ്രേക്ഷകന്റെ അഭിപ്രായത്തെ കോട്ട് ചെയ്ത് പറഞ്ഞു എന്ന് മാത്രം. അത് യാഥാർത്ഥ്യമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന് ഒന്നും പറയാൻ പറ്റില്ല. 1 മിനിറ്റ് ഞാൻ വരാം. അഡ്വക്കേറ്റ് അസ്ക. അല്ല, അന്നത്തെ ഇതിൽ കാണേണ്ടത് ഒരു പുതിയ മലയാള സിനിമയിലേക്കും കലയിലേക്കും ഒരു പുതിയ പ്രവണതയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എമ്പുരാൻ ഈ 17 വെട്ടുമ്പോൾ ഉണ്ടാകുന്ന ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ദൗർഭാഗ്യം എന്ന് പറയുന്നത്. അതിൽ ചരിത്രബോധത്തെ നിരാകരിക്കുകയോ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല ഇവിടെ. അപ്പോഴാ ഈ 17 കലയുടെ കാര്യമല്ലേ പറയുന്നത്. ഞാൻ ഇത് കലയുടെ കാര്യമല്ലേ പറയുന്നത്. 51 വെട്ടിന്റെ കാര്യം ഇവിടെ നിൽക്കട്ടെ. ഇതില് 17 വെട്ടുമ്പോൾ ഉണ്ടാകുമ്പോൾ ഒരു പുതിയ തിരുത്തലുകളാണ് വരാൻ പോകുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുള്ള കഴിഞ്ഞ 5 കൊല്ലത്തിനിടയിൽ മലയാള സിനിമയിലെ വില്ലൻ കഥാപാത്രങ്ങളെ കുറിച്ച് പഠിച്ചു കഴിഞ്ഞാൽ ആ വില്ലൻ കഥാപാത്രങ്ങളെല്ലാം മുസ്ലിം നാമധാരികളാണ്. ഇനി നാളെ മുതൽ മുസ്ലിം നാമധാരികളെ വില്ലൻ കഥാപാത്രമായി അവതരിപ്പിക്കരുത് എന്ന് ഏതെങ്കിലും ആളുകൾ പറഞ്ഞു പോയാൽ അവിടെ വെട്ടേണ്ടി വരുന്നത് ഈ കലാകാരന്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യം. അതുകൊണ്ടാണ് ഒരൊറ്റ കാര്യം മാത്രമേ ഇക്കാര്യത്തിലുള്ളൂ. ഏ കൂൻ കെ പ്യാസി ബാത് സുനോ, പാർട്ടിക്കാർക്ക് നല്ലൊരു പാട്ട് കിട്ടി. അതല്ല, ഇത് ഞാൻ എന്റെ കവിതയല്ലെന്നേ. അവരോട് പറയണം ഈ രക്തദാഹികളെ കേൾക്കൂ, സത്യത്തിനായുള്ള പോരാട്ടം ശരിയെങ്കിൽ ഞങ്ങളത് നിറവേറ്റുക തന്നെ ചെയ്യും എന്ന് മാത്രമേ കാര്യത്തിൽ പറയാനുള്ളൂ. എനിക്ക് 1 മിനിറ്റ് പോലും ഇല്ല, പെട്ടെന്ന്. ഒറ്റ കാര്യമുള്ളൂ. അതായത് ഇവിടെ വീണ്ടും ഈ ആവിഷ്കാര സ്വാതന്ത്ര്യം, ഫ്രീ സ്പീച്ച് എന്ന് പറയുന്ന സാധനത്തെ വളരെ തെറ്റായിട്ടാണ് മനസ്സിലാക്കിയത് ഇവിടുത്തെ BJPയുടെ വക്താവ്. അദ്ദേഹത്തോട് വിയോജിപ്പോൾ വിനയപൂർവ്വം ഞാൻ പറയുന്നു. അതോടൊപ്പം തന്നെ അതിനുവേണ്ടി നിങ്ങൾ വാദിക്കും തോറും നിങ്ങൾ ഫാഷിസ്റ്റ് ആണെന്നുള്ളത് അതിവിടെ കൂടുതൽ വ്യക്തമാവുകയാണ് ചെയ്യുന്നത്. അത് ചെയ്യരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. എന്തായാലും എമ്പുരാൻ കത്തിക്കയറി എന്നായിരുന്നു ഇന്നലെ വരെയുള്ള റിപ്പോർട്ടുകൾ. ഇന്ന് എമ്പുരാനിൽ കത്തി കയറി ഇരിക്കുന്നു. പക്ഷേ മാധ്യമങ്ങൾ വലിയ ഒരു പ്രചാരം ആ വാർത്തയ്ക്ക് കൊടുക്കുന്നില്ല. ജനറൽ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദിയൊപ്പം പ്രേക്ഷകർക്കും.